ബഹുമാനപ്പെട്ട മോഡറേറ്റർ, സഹപാനലിസ്റ്റുകൾ, സുഹൃത്തുക്കളെ, ഏതായാലും ഇങ്ങനൊരു വിഷയം ഒരു തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ ചർച്ചയ്ക്ക് വരുന്നു എന്നത് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നായി ഞാൻ കരുതുന്നു. കാരണം നമ്മൾ ജനാധിപത്യം എന്ന് പറയുന്ന ഒരു സംവിധാനം 1950 ജനുവരി 26 സ്വീകരിക്കുകയും നമുക്കൊരു ഭരണഘടന ഉണ്ടാവുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഭരണ സംവിധാനങ്ങൾ, അത് താഴെത്തട്ട് മുതൽ മേലേത്തട്ട് വരെ തിരഞ്ഞെടുക്കപ്പെട്ടതും അല്ലെങ്കിൽ ഭരണഘടനയുടെ അധിഷ്ഠിതവുമായ സംവിധാനങ്ങൾ ഉണ്ടാവുകയും അതിനനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ആളുകളാണ് നമ്മൾ. ഇന്ന് ഒരു പ്രധാന പ്രശ്നം ഈ ഭരണഘടന തന്നെ വലിയ രീതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത്. അത്രയും പ്രബുദ്ധമായ സദസ്സിനോട് ഞാൻ കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല. ഇന്ത്യൻ ഭരണഘടനയുടെ ഏതാണ്ട് എല്ലാ അടിസ്ഥാന തത്വങ്ങളും ഭരണഘടനയുടെ സംവിധാനങ്ങളും ഇന്ന് സംശയത്തിന്റെ നിഴലിലാണ്. ഏറ്റവും ഒടുവിൽ ഇലക്ഷൻ കമ്മീഷൻ വരെ, സംശയമല്ല, നമുക്ക് ഏതാണ്ട് കാര്യങ്ങൾ അറിയാമെങ്കിൽ പോലും അങ്ങനെ അപകടകരമായ ഒരവസ്ഥയിൽ അതിനു മുമ്പ് തന്നെ സുപ്രീം കോടതി അടക്കമുള്ള സംവിധാനങ്ങൾ പലപ്പോഴും നമ്മളോട് അവരുടെ സംശയങ്ങൾ അവർക്കുള്ളിൽ നിന്ന് തന്നെ പലപ്പോഴും വന്നിട്ടുണ്ട്. നമ്മൾ കണ്ടതാണ്, ചരിത്രത്തിൽ ആദ്യമായി 4 സുപ്രീം കോടതി ജഡ്ജിമാർ പരസ്യമായി പത്രസമ്മേളനം നടത്തിയ ഒരു കാര്യം. ഞാനത് ആദ്യം സംസാരിക്കുന്ന ആളെന്നുള്ളത് കൊണ്ട് ചില ആമുഖങ്ങൾ പറഞ്ഞേ പറ്റൂ, അതുകൊണ്ടാണ്. അപ്പൊ ഭരണഘടന തന്നെ വലിയ തോതിൽ വെല്ലുവിളിക്കപ്പെടുന്ന ഒരു ഘട്ടത്തിൽ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾ, ജനാധിപത്യമായാലും സ്വതന്ത്ര ജുഡീഷ്യറി ആയാലും നീതിന്യായപൂർവമായ തെരഞ്ഞെടുപ്പായാലും അല്ലെങ്കിൽ അതിന് ഭരണഘടനാ സ്ഥാപനങ്ങൾ ഈ പറഞ്ഞ പോലെ ഇപ്പോ കോടതി മുതൽ ഇങ്ങോട്ടുള്ള ഇലക്ഷൻ കമ്മീഷൻ വരെ റിസർവ് ബാങ്ക് അടക്കം എല്ലാ സ്ഥാപനങ്ങളും ഇന്ന് അവരുടെ ഭരണഘടനാപരമായ ഡ്യൂട്ടി നിർവഹിക്കുന്നതിൽ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള കാരണങ്ങളുണ്ട്. അഖിലേന്ത്യാ തലത്തിൽ തന്നെ നമുക്കറിയാവുന്ന തരത്തിൽ ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന ഫാസിസ്റ്റ് പ്രവണതകൾ പലതരത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു. അതൊരു വശമുണ്ട്. മറുവശത്ത് ഇപ്പൊ നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട ഒരു മതേതര ഭരണഘടന, നമ്മള് വളരെ കാലം സ്വാതന്ത്ര്യ സമരമൊക്കെ നടത്തി, വ്യത്യസ്ത ജാതി മത വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തു. അങ്ങനെ ഒരു സമൂഹത്തിന്റെ ഇച്ഛ പ്രകടമാവുമ്പോൾ ആ എല്ലാ ജാതി മത വിഭാഗങ്ങളുടെയും ആ വൈവിധ്യങ്ങളുടെ മുഴുവൻ മുഖമായിരിക്കണം ഭരണഘടന, ഭരണ സംവിധാനം. അവർക്കൊക്കെ പ്രാതിനിധ്യം ഉണ്ടായിരിക്കണം, അവർക്കൊക്കെ അതിന്റെ പങ്കാളിത്തം ഉണ്ടായിരിക്കണം, അവരുടെയൊക്കെ താല്പര്യങ്ങൾ ഏതെങ്കിലും തരത്തിൽ സംരക്ഷിക്കപ്പെടണം. അതുകൊണ്ടാണ് ഭരണഘടനയിൽ ഞാൻ ഏത് ജാതി, ഏത് മതം, ഏത് വിശ്വാസം, ഏത് പ്രദേശം, ഏത് ഭാഷ ഉണ്ടായാലും എനിക്ക് തുല്യമായ നീതി കിട്ടണം എന്ന് ഭരണഘടന എഴുതി വെച്ചത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ സാഹചര്യത്തിൽ ആ നീതി പലപ്പോഴും സാഹചര്യത്തിൽ മാത്രമല്ല ഉണ്ടായിട്ടുണ്ടോ എന്ന ചോദ്യം വളരെ കാലമായി വരുന്നുണ്ട്. ഇപ്പോ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് ഒരു കാലത്ത് കൊണ്ടുവന്നപ്പോൾ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് വളരെ ആധികാരികമായി പഠനം നടത്തി കൊണ്ടുവന്നതാണ്. ഇന്ത്യയിലെ വിവിധ സമുദായങ്ങൾ തമ്മിലുള്ള അനൈക്യം സംബന്ധിച്ച് അല്ലെങ്കിൽ അസമത്വങ്ങൾ സംബന്ധിച്ചുള്ള ആ റിപ്പോർട്ട് ചില നിർദ്ദേശങ്ങൾ കൊടുക്കുകയും അത് ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ വലിയ തോതിൽ ചർച്ചയാവുകയും ചെയ്തു. ഞാൻ അതിനെ ജാതി രാഷ്ട്രീയമായിട്ട് കാണുന്നില്ല. അത് എന്റെ ചില നിലപാടുകൾ പറയാൻ, 2 വിഭാഗങ്ങൾ തമ്മിൽ അസമത്വം ഉണ്ടെങ്കിൽ അസമത്വം പരിഹരിക്കുക എന്നത് ഭരണഘടനാപരമായ ഡ്യൂട്ടിയാണ്. അതുകൊണ്ടാണ് നമുക്ക് ഭരണഘടന ഉണ്ടായപ്പോൾ തന്നെ SC/ST വിഭാഗങ്ങൾക്ക് സംവരണം ഏർപ്പെടുത്തണം എന്ന് നമ്മൾ തീരുമാനിച്ചത്. ചരിത്രപരമായ പിന്നോക്കാവസ്ഥ മറികടക്കുന്നതിന് അത് വേണം, അത് സ്വാഭാവികവുമാണ്. പക്ഷെ അത് ജാതി രാഷ്ട്രീയമോ മതരാഷ്ട്രീയമോ ആയി മാറുമ്പോൾ ഉണ്ടാവുന്ന പ്രതിസന്ധി അത് പലതാണ്. ഇവിടെ ഇനി പല പാനലിസ്റ്റുകൾ സംസാരിക്കുന്നുണ്ടോ, എല്ലാം ഞാൻ പറയണമെന്നില്ല. ഒന്നാമത്തെ കാര്യം, ഇപ്പൊ തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അതിനെ കുറിച്ച് മാത്രമേ ഞാൻ ഇപ്പൊ പറയുന്നുള്ളൂ.
തെരഞ്ഞെടുപ്പിൽ എല്ലാ ജനവിഭാഗങ്ങൾക്കും അവരുടെ പ്രാതിനിധ്യം ഉണ്ടാവണം. നമ്മൾ ന്യൂനപക്ഷം എന്ന് പറയുന്നത് ന്യൂനപക്ഷത്തിന്റെ അവകാശങ്ങൾ എന്ന് ഭരണഘടന വാഗ്ദാനം ചെയ്യുന്ന അവകാശങ്ങളുണ്ട്. അതിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവേണ്ട കാര്യമില്ല. കാരണം ഭൂരിപക്ഷത്തിന്റെ ഭരണമല്ല ജനാധിപത്യം. നമ്മൾ എപ്പോഴും തെറ്റിദ്ധരിക്കുന്നത് ഭൂരിപക്ഷ ആളുകൾ സമ്മതിച്ചാൽ ഏതും ശരിയാവുന്നതല്ല. ഓരോരുത്തർക്കും ഓരോ വോട്ട് എന്ന് പറയുന്നത് തന്നെ ഓരോരുത്തരും അവനവന്റെ ബൗദ്ധിക നിലവാരം അനുസരിച്ച് വോട്ട് ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ടാണ്. അതുകൊണ്ട് എന്റെ വോട്ട് മറ്റേതെങ്കിലും തരത്തിൽ ആരെങ്കിലും സ്വാധീനിക്കുന്നത് ജനാധിപത്യത്തിനെതിരാണ്. ഞാൻ എന്റെ ഇച്ഛയ്ക്കനുസരിച്ച് പോയി വോട്ട് ചെയ്യണേ, രഹസ്യമായിട്ടാണ്. എന്റെ കുടുംബാംഗങ്ങളോ എന്റെ സുഹൃത്തുക്കളോ എന്റെ ഏതെങ്കിലും നേതാവോ അല്ലെങ്കിൽ ഏതെങ്കിലും മത അധ്യക്ഷനോ എന്റെ വോട്ട് തീരുമാനിക്കുക എന്ന് പറയുന്നത് ജനാധിപത്യത്തിനെതിരായ ഒരു കാര്യമാണ്. എനിക്ക് അഭിപ്രായങ്ങൾ ഉണ്ടാവാം, എന്റെ അഭിപ്രായമുണ്ട്. അപ്പോൾ ജനാധിപത്യത്തിൽ വോട്ട് എന്ന് പറയുന്നത് ഏറ്റവും നിർണായകമായ ഒന്നിനെ ഏത് തരത്തിൽ സ്വാധീനിക്കുന്നു എന്ന ചോദ്യം ജനാധിപത്യത്തിൽ വളരെ നിർണായകമാണ്. അത് പരിഗണിക്കേണ്ടത് ഒന്നാമത്തെ കാര്യം, നമ്മളൊരു ഭരണകൂടത്തിനെ തെരഞ്ഞെടുക്കുന്നു. എന്തായിരിക്കണം ആ ഭരണകൂടത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്? അവരെന്ത് ചെയ്യുമെന്നാണ് നാം പ്രതീക്ഷിക്കുന്നത് ഓരോരുത്തർക്കും. ചിലരെ സംബന്ധിച്ചിടത്തോളം പെൻഷൻ കിട്ടണമെന്നാവും, ചിലരെ സംബന്ധിച്ചിടത്തോളം രാജ്യത്ത് ക്രമസമാധാനം ഉണ്ടാവണമെന്നാവും, ചില ആളുകളെ സംബന്ധിച്ച് അങ്ങനെ ഓരോരുത്തർക്കും ഓരോന്നും ഉണ്ടാവും. ചിലർക്ക് വളരെ വ്യക്തിപരമാവാം, ചിലർക്ക് അവരുടെ സാഹചര്യം ഉണ്ടാവാം. പക്ഷേ ഒരു ഭരണകൂടം എന്ത് ചെയ്യണം എന്ന്, അത് സ്റ്റേറ്റിന്റെ ഡ്യൂട്ടികൾ, അത് ലോക്കൽ ബോഡി മുതൽ കേന്ദ്ര സർക്കാർ വരെ അല്ലെങ്കിൽ യൂണിയൻ ഗവൺമെന്റ് വരെയുള്ള ഓരോരുത്തർക്കും ഡ്യൂട്ടി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പഞ്ചായത്തിലേക്ക് വോട്ട് ചെയ്യുമ്പോൾ എന്റെ പഞ്ചായത്തിന്റെ അംഗം അല്ലെങ്കിൽ പഞ്ചായത്ത് ഭരണസമിതി എനിക്ക് എന്ത് ചെയ്യണം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്ന കാര്യങ്ങൾ അവർ ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനനുസരിച്ച് വോട്ട് ചെയ്യുകയും ആ ഇച്ഛയ്ക്ക് ജനങ്ങളുടെ ഇച്ഛയ്ക്ക് അനുസരിച്ചുള്ള പ്രതിനിധികളെ തിരഞ്ഞെടുക്കുകയും ചെയ്യുക എന്നതാണ് ഭരണഘടന നമ്മളോട് പറയുന്നത്. പക്ഷേ പലപ്പോഴും ഈ ഇച്ഛ അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് സ്വാധീനിക്കുന്ന എന്തെല്ലാം ഘടകങ്ങൾ, അത് ഭരണഘടനാ വിരുദ്ധമായ ഘടകങ്ങൾ ഉണ്ട് എന്ന ചോദ്യം, അതിലൊന്നാണ് ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം. മറ്റു പലതും ഉണ്ടാവാം. പക്ഷേ ഒന്ന്, നമ്മുടെ ഇപ്പൊ മതേതര ഭരണഘടനയെ കുറിച്ച് പറയാം. മതേതര ഭരണഘടനയിൽ സ്റ്റേറ്റിന് മതമില്ല. സ്റ്റേറ്റിന് ഏതെങ്കിലും പ്രത്യേക മതത്തോട് വെറുപ്പോ താല്പര്യമോ ഇല്ല. എല്ലാ മതങ്ങളെയും വിശ്വാസങ്ങളെയും തുല്യമായി കാണുക എന്നതാണ് സ്റ്റേറ്റിന്റെ ജോലി. ഇതിൽ ഒന്നൊന്നിന് മീതെയാണെന്നോ ഒന്നൊന്നിന് താഴെയാണെന്നോ ഇല്ല. അത് സ്റ്റേറ്റും വളരെ യൂറോപ്യൻ മാതൃകയിൽ ഉള്ള സീസറിനും ദൈവത്തിനുള്ള ദൈവത്തിനും തുടങ്ങിയ വാക്യങ്ങൾ എത്രത്തോളം വ്യക്തമായി ഇന്ത്യൻ ഘടനയിൽ പറ്റുമെന്നുള്ള വലിയ തർക്കം വേറെ നടക്കുന്നുണ്ട്. ഒരു പാശ്ചാത്യ മതേതരത്വം അതേപോലെ ഇന്ത്യയിൽ കൊണ്ടുവരാൻ കഴിയുമോ എന്ന ചോദ്യമുണ്ട്. ഇന്ത്യയുടെ ചില സാഹചര്യങ്ങൾ ഞാൻ അതിനെക്കുറിച്ച് ഇപ്പൊ പറയുന്നില്ല. ആ തർക്കങ്ങൾ എന്താ പറയുക, സ്വാതന്ത്ര്യ സമര കാലത്തും അതിനു മുമ്പ് തന്നെ ഇന്ത്യയിൽ നടന്നിട്ടുണ്ട്. ഒരു പാശ്ചാത്യ മതേതര സങ്കല്പമാണ്. ഇപ്പൊ ഗാന്ധിയും നെഹ്റുവും തമ്മിലുണ്ടായിരുന്ന ഒരു വലിയ തർക്കം അത് തന്നെയായിരുന്നു, ഒരു വലിയ പ്രശ്നം അത് തന്നെയായിരുന്നു. പക്ഷെ ഗാന്ധി കാണുന്ന ഒരു ആത്മീയതയും അത് വേറെയാണ്. ഞാൻ അതൊക്കെ പോയ വലിയ വിഷയമാണ്, അതിലേക്ക് എന്റെ താത്വികമായ വിഷയങ്ങളിലേക്ക് പോകുന്നില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, എന്റെ ജാതി, എന്റെ മതം, എന്റെ വിശ്വാസം, അത് വ്യക്തിപരമായി എൻ്റെ ഒരു കാര്യം പൊതുമണ്ഡലത്തിൽ ഞാൻ എൻ്റെ ഒരു സർക്കാരിനെ തിരഞ്ഞെടുക്കുമ്പോൾ അത് ബാധിക്കാമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. തെരഞ്ഞെടുപ്പ് കാലത്ത് നമുക്ക് വരാവുന്ന ഒരു ചോദ്യം. ഏതെങ്കിലും ഞാനൊരു പ്രത്യേക മതത്തിൽപ്പെട്ട ആളാണ്, അതുകൊണ്ട് ആ മതത്തിലെ നേതാവോ അല്ലെങ്കിൽ മതത്തിന്റെ അധിപനോ പറയുന്നതിനനുസരിച്ച് അവർ പറയുന്ന പാർട്ടിക്ക് ഞാൻ ഓരോ തെരഞ്ഞെടുപ്പിലും വോട്ട് ചെയ്യണമോ? ആ ചോദ്യം വളരെ അതാണ് നമ്മുടെ മതേതരത്വത്തിന്റെ തെരഞ്ഞെടുപ്പ് രംഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. ഇവിടെ മോഡറേറ്റർ തുടക്കത്തിൽ പറഞ്ഞു, ആ വെല്ലുവിളി എന്തുകൊണ്ടുണ്ടാവുന്നു, അല്ലെങ്കിൽ അത് എന്തുകൊണ്ട് സ്വാധീനം നേടുന്നു, അതെങ്ങനെ ജനാധിപത്യത്തെ പരാജയപ്പെടുത്തുന്നു എന്ന വളരെ ചെറിയ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത്. മറ്റ് ചർച്ചകൾ ഉണ്ടെങ്കിൽ ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഭരണകൂടം ചെയ്യണമെന്ന് നാം തീരുമാനിക്കുന്ന ഘടകങ്ങൾ, ഭരണകൂടത്തിന്റെ കടമ അതുകൊണ്ട് തന്നെ മതേതരമായ കടമയാണ് എന്നതുകൊണ്ട് ഭരണകൂടം എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കുന്നത് മതേതരമായ പ്രവർത്തനം ഉണ്ടാവണം എന്നുള്ളത് കൊണ്ട് ഞാൻ എന്റെ വോട്ട് അർത്ഥത്തിൽ മതേതരമാണ്. അതാണ് ഞാൻ പറയുന്നത്. ഭരണകൂടം ചെയ്യേണ്ടതാണ്. ഭരണകൂടം ഇപ്പോ ഞാൻ ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് ശബരിമല 2 വിഷയമാണ്.
ഒരിക്കൽ ശബരിമലയിൽ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട്, യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി വിധി, നമുക്കൊക്കെ അറിയാം, ഞാൻ എന്റെ കാര്യങ്ങളൊന്നും പറയേണ്ട കാര്യമില്ല. അന്ന് കേരളത്തിൽ വലിയ തോതിൽ വിശ്വാസത്തിന്റെ പേരിൽ വലിയ തർക്കങ്ങളും വിതർക്കങ്ങളും ചർച്ചകളും ഒക്കെ ഉണ്ടായി. ഇപ്പൊ സുപ്രീം കോടതി തന്നെ അവസാനം ഇപ്പോ തീരുമാനം എടുത്തില്ലോ നമുക്കറിയില്ല, അങ്ങനെ ഫ്രീസറിൽ വെച്ചേക്കാണ്. ഇല്ലാന്ന് പറഞ്ഞിട്ടില്ല, ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല. അതവിടെ നിൽക്കട്ടെ, ഞാൻ ആ വിധി വല്ല അതുണ്ടാക്കിയതിന്റെ 100-1 ഇമ്പാക്ട് ശബരിമലയിൽ നിന്ന് എത്ര പറയുക കോടിക്കണക്കിന് രൂപ വരുന്ന സ്വർണം കൊള്ള ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് കേരളത്തിൽ ഉണ്ടായില്ല. യഥാർത്ഥത്തിൽ ഒരു ഭരണകൂടത്തിന്റെ പ്രധാന ജോലി എന്താ? പൊതുസമ്പത്തുകൾ സംരക്ഷിക്കുക എന്നുള്ള. ശബരിമല ഒരു ഗവൺമെന്റിന്റെ കയ്യിലുള്ള ഒരു ആസ്തിയാണ്, സർക്കാരിന്റെ ഡ്യൂട്ടിയാണ്. ശബരിമലയുടെ ആയതുകൊണ്ടല്ല, എന്റെ സ്വത്ത് സംരക്ഷിക്കാനും സർക്കാരിന് ഉത്തരവാദിത്തമുണ്ട്. ഒരു പൗരൻ എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു സ്ഥാപനം എന്ന നിലയ്ക്ക് സ്വത്ത് സംരക്ഷിക്കാൻ സർക്കാരുകൾക്ക് ഉത്തരവാദിത്തമുണ്ട്. ഏത് സർക്കാരാവട്ടെ. ആ വിഷയത്തിൽ ദയനീയമായി സർക്കാരുകൾ പരാജയപ്പെടുമ്പോഴും നമുക്കിവിടെ ഒരു വികാരവും ആർക്കും ഉണരുന്നില്ല എന്നതാണ്. അന്ന് കണ്ടതിന്റെ 1000-1 പ്രതികരണം ഇപ്പോൾ ഉണ്ടാവുന്നില്ല. പറയുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പിന്റെ കാലം കൂടിയാണ്. അപ്പൊ നമുക്ക് നമ്മുടെ ഒരു രാഷ്ട്രീയ മണ്ഡലത്തിൽ ഒരിക്കൽ വളരെ ഇമ്പാക്ട് ഉണ്ടാക്കിയ ഒരു തെരഞ്ഞെടുപ്പിനെ അല്ലെങ്കിൽ ഒരു കാലത്തെ ജനവിധിയെ ബാധിച്ച ഒരു ശബരിമല വിഷയം അവിടെ നമുക്ക് 2019 നമ്മൾ കണ്ടു. എന്നാൽ ഒരു ഭരണകൂടം എന്ന നിലയ്ക്ക് അതിനേക്കാളൊക്കെ നിർണായകമായി ചെയ്യേണ്ട ഒരു കാര്യമാണ് മനുഷ്യന്റെ ജീവനും സ്വത്തും സംരക്ഷിക്കുക എന്നത്. നമ്മൾ എഴുതി വെച്ചിട്ടുള്ളതാണ് ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി സംരക്ഷണം. അതിൽ പരാജയപ്പെടുമ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വൈകാരികത വരാതെ? അവിടെയാണ് ഞാൻ ആ ഒരു വൈരുദ്ധ്യപ്പെടുന്നത്. സ്റ്റേറ്റ് ചെയ്യേണ്ട ജോലി ചെയ്യാതിരിക്കുമ്പോൾ നമുക്കൊരു വികാരവുമില്ല. സ്റ്റേറ്റിന് പ്രത്യേകിച്ച് ഒരു പണിയില്ല. ആരെങ്കിലും കയറാതിരിക്കുക, അത് സ്റ്റേറ്റ് തടയണോ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ വിഷയം. ഒരു കയറാതിരിക്കുക തീർത്തും വ്യക്തിപരമായ ഒരു വിശ്വാസത്തിന്റെ പ്രശ്നത്തിന്റെ പേരിൽ ഒരു വിധിയിൽ സ്റ്റേറ്റിന് ഒരു കടമയുമില്ലാത്ത ഒരു സ്ഥലത്ത് അത് വലിയ വിഷയമാവുകയും ചെയ്ത വളരെ രസകരമായ, ഞാൻ കേരളത്തിലെ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിൽ നിൽക്കുമ്പോൾ ഈ ഒരു ശബരിമല എന്ന ഒറ്റ വിഷയം നമ്മൾ എങ്ങനെയാണ് കാണുന്നത് എന്ന് കാണിക്കാനാണ്. എന്തുകൊണ്ടാണ് പലപ്പോഴും എന്ന് വെച്ചാൽ ഇത്തരം സ്വാധീനങ്ങൾ നമ്മുടെ ഭരണകൂടങ്ങളിൽ വരുന്നത്? അതിന് കാരണം അത് ഈ ശബരിമലയിൽ തന്നെ ഉദാഹരണത്തിലുണ്ട്. നമ്മളെ ബാധിക്കുന്ന വിഷയങ്ങളിൽ യഥാർത്ഥത്തിൽ ഭരണകൂടം നമുക്ക് ചെയ്തു തരേണ്ട, നമ്മളെ ബാധിക്കുന്ന വിഷയങ്ങളിൽ, പോളിസികളിൽ, നയങ്ങളിൽ അല്ലെങ്കിൽ അവരുടെ നടപടികളിൽ എനിക്ക് വിരോധമുണ്ടോ എന്ന് അല്ലെങ്കിൽ എനിക്ക് യോജിപ്പുണ്ടോ എന്ന് ചിന്തിക്കാൻ പോലും എനിക്ക് ചാൻസ് കിട്ടുന്നില്ല. കാരണം അതല്ല എന്റെ തെരഞ്ഞെടുപ്പിലെ പ്രധാന എന്റെ തെരഞ്ഞെടുപ്പിനെ തീരുമാനിക്കുന്ന വിഷയം സർക്കാരിന്റെ പോളിസി അല്ല, സർക്കാരിന്റെ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് എന്നുള്ള അർത്ഥത്തിൽ അവർ ചെയ്യേണ്ട സെക്യുലർ ഡ്യൂട്ടീസ്, അത് ആരോഗ്യമാവാം, വിദ്യാഭ്യാസമാവാം, പോലീസ് ആവാം, എന്ത് വേണമെങ്കിലും ബാക്കിയുള്ള ഭരണഘടന പറയുന്ന സെക്യുലർ ഡ്യൂട്ടീസ്. ആ ഡ്യൂട്ടീസിനെ കുറിച്ചുള്ള എന്റെ അഭിപ്രായമല്ല ആ ഭരണകൂടത്തെ തിരഞ്ഞെടുക്കാനുള്ള എന്റെ തീരുമാനത്തെ ബാധിക്കുന്നത് എന്നത് തന്നെയാണ് പ്രശ്നം. അപ്പൊ എന്ത് പറ്റും? ഭരണകൂടത്തിൽ എന്ത് തീരുമാനം എടുക്കാം, എന്ത് നയം വഴി നടപ്പാക്കാം. നിങ്ങൾക്ക് നോട്ട് നിരോധിക്കാം, നിങ്ങളുടെ പെട്രോളിന്റെ വില കൂട്ടാം, ഡീസലിന്റെ വില കൂട്ടാം, റേഷനറി ഇല്ലാണ്ടാക്കാം, അല്ലെങ്കിൽ പോലീസിന്റെ ഇഷ്ടംപോലെ കാര്യങ്ങൾ ചെയ്യാം. പക്ഷെ നിങ്ങളെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് തീരുമാനിക്കുന്ന ഒന്നുമല്ല അത് ശബരിമലയിൽ സ്ത്രീ കയറണോ, അല്ലെങ്കിൽ ഹിജാബ് ധരിക്കേണ്ടയോ, അല്ലെങ്കിൽ പള്ളി ഈ വിഭാഗക്കാർക്ക് വേണോ, മറ്റേ വിഭാഗക്കാർക്ക് വേണോ, നൂറുകണക്കിന് ഉദാഹരണങ്ങൾ അത് ഇവിടെ ഇരിക്കുന്ന ആളുകൾക്കറിയാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജാതി മത നേതാവിന് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം ആ അർത്ഥത്തിൽ അയാൾ ആജ്ഞാപിക്കും, ഇത്തവണ ഇയാൾ ജയിക്കണം, ഇത്തവണ മറ്റേയാൾ ജയിക്കണം. ഏതാണ്ട് ദൈവാനുഗ്രഹം പോലെ അത് കണക്കാക്കുന്ന രാഷ്ട്രീയ നേതാക്കൾ. ഇവിടെ യഥാർത്ഥത്തിൽ ഞാൻ ഈ മത നേതാക്കളിൽ നിന്ന് കുറ്റം പറയില്ല. കാരണം അവർക്ക് കൃത്യമായ താല്പര്യങ്ങളുണ്ട്. അവരൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ കൊണ്ടു നടക്കുന്നവർ. അപ്പൊ ഞാനൊരു സ്ഥാപനം കൊണ്ടു നടക്കുകയാണെങ്കിൽ എന്റെ സ്ഥാപനത്തിന്റെ പരമാവധി രക്ഷ ഞാൻ നോക്കും. അതിന് ഒരു പക്ഷേ സ്ഥാപനത്തിന്റെ രക്ഷ നോക്കും, ചിലപ്പോൾ എന്റെ രക്ഷ ഞാൻ നോക്കും. എന്റെ രക്ഷ സ്ഥാപനത്തിന്റെ രക്ഷയേക്കാൾ പലപ്പോഴും അതിലെ ഭരിക്കുന്ന ആളുകളുടെ രക്ഷയൊക്കെയാണ്. നമുക്കറിയാലോ ഓരോ സംഘടനയുടെയും ജാതി മത സംഘടനകളുടെ നേതാക്കൾ ഏതൊക്കെ താല്പര്യങ്ങളാണ് വ്യക്തിപരമായും, അല്ല അവരുടെ ജാതിയിലുള്ള എല്ലാ മനുഷ്യർക്കും അതുകൊണ്ട് വലിയ ഗുണമൊന്നും ഉണ്ടായിട്ടില്ല.
ഒരു മതത്തിലുള്ള എല്ലാവർക്കും ഒരു ഗുണം ഉണ്ടായില്ല. അപ്പോ ഉദാഹരണത്തിന് ഒരു സഭയിലെ ബഹുഭൂരിപക്ഷ ആളുകളും മത്സ്യത്തൊഴിലാളികളാണ്. മത്സ്യത്തൊഴിലാളികളുടെ താല്പര്യം വേണോ വേണ്ടിയോ എന്നല്ല, മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടുന്ന ആ വിഭാഗത്തിന്റെ തലവന്റെ താല്പര്യം അല്ലെങ്കിൽ അതിന്റെ മത നേതാവിന്റെ താല്പര്യം മത്സ്യത്തൊഴിലാളിയെ അവന്റെ ജീവിതത്തെക്കാൾ കൂടുതൽ ബാധിക്കുന്നു എന്നതാണ് പ്രശ്നം. ഇത് ഒരു കാര്യത്തിൽ നൂറുകണക്കിന്, ഞാൻ ഈ വിഴിഞ്ഞം അടക്കമുള്ള നിരവധി സമരങ്ങളിൽ പങ്കെടുക്കുമ്പോൾ ഇത് നമുക്ക് വളരെ കൃത്യമായി അറിയാം. അവരുടെ താല്പര്യമല്ല. അപ്പൊ യഥാർത്ഥത്തിൽ ജനാധിപത്യത്തിൽ ജനങ്ങളുടെ യഥാർത്ഥ ഇച്ഛ അല്ലെങ്കിൽ താല്പര്യം എന്നത് മറച്ചു വെക്കപ്പെടുകയും അതിന് പകരം ചില താല്പര്യങ്ങൾ, അത് അഴിമതിയാവാം. ഇതിപ്പോ ഞാൻ ഇതിങ്ങനെ പറയുമ്പോൾ മതസംഘടന മാത്രമല്ല പാർട്ടി സംഘടനകൾ ഇങ്ങനെ ചെയ്യുന്നില്ലേ എന്ന ചോദ്യം നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. അതുണ്ടാകും, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ ഒരു പാർട്ടിയെയും മാറ്റി നിർത്തി ഇവരൊക്കെ ഗംഭീരന്മാരാണെന്ന് പറയുന്ന ഒരാളല്ല. പക്ഷേ പാർട്ടി സംഘടനകളെ സംബന്ധിച്ചിടത്തോളം അവര് പലപ്പോഴും പോളിസിയിലാണ് തർക്കിക്കേണ്ടത്. പക്ഷെ അതല്ല എന്നുള്ളതാ, അവരെക്കാൾ സ്വാധീനം രാഷ്ട്രീയ പാർട്ടികളെക്കാൾ ജനാധിപത്യത്തിൽ സ്വാധീനം മതസംഘടനകൾക്കുണ്ട് എന്ന്, ജാതി സംഘടനകൾക്കുണ്ട് എന്ന് രാഷ്ട്രീയ നേതാക്കൾ പോലും കരുതുന്ന ഒരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. അതുണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യമൊക്കെ രണ്ടാമത്തെയാണ്. ഞാൻ അവസാനിപ്പിക്കാം. ഉണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യമൊക്കെ രണ്ടാമത്തെയാണ്. എനിക്ക് അങ്ങനെ ഈ മതസംഘടനകളുടെ ഏതെങ്കിലും ഒരു നേതാവ് പറഞ്ഞാൽ ഉടനെ ജനങ്ങളൊക്കെ പോയി കുഞ്ഞാടുകളെ പോലെ അതിന് വോട്ട് ചെയ്യും എന്നൊന്നും വിചാരിക്കുന്ന ആളല്ല. കഴിഞ്ഞ ഏതാണ്ട് 1970 മുതലുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളും ഒരു വിദ്യാർത്ഥി, രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിൽ വിലയിരുത്തുന്ന ഒരാളെന്ന നിലയിലേക്ക് ഞാൻ പറയുന്നത്, അത്ര വലിയൊരു സ്വാധീനമൊന്നും, നമ്മളീ പറയുന്ന വലിയ സ്വാധീനമൊന്നും മത സംഘടനകൾ, മത മേലധ്യക്ഷന്മാർക്ക് ഉണ്ടെന്നൊന്നും ഞാൻ കരുതുന്നില്ല. പക്ഷെ ഒരു മതവിഷയത്തെ രാഷ്ട്രീയമായി കൊണ്ടുവരുന്ന ഒരു ഘട്ടത്തിലാണ് അവർക്കത് വരുന്നത്. ഒരുപക്ഷെ ഒരു 1959 വിമോചന സമരം നമ്മൾ എടുത്താൽ, വിമോചന സമരത്തിൽ എത്ര ആളുകളെ കൂട്ടാൻ കഴിഞ്ഞോ അത്ര ആളുകളെ ഇന്ന് കൂട്ടാൻ ആ സഭകൾക്കും ആ പാർട്ടികൾക്കും അവർക്ക് കൂടി കഴിയില്ലെന്ന്. കാരണം ആളുകളെ സംബന്ധിച്ചിടത്തോളം വേറെ പലതരത്തിൽ കുറെ കൂടിയൊക്കെ സമൂഹം മുമ്പോട്ട് പോയതിന്റെ ഒരുപാട് ലക്ഷണങ്ങൾ, പ്രത്യേകിച്ചും യൂത്ത്. ഞാൻ കണക്കാക്കുന്നില്ല ഇന്ന് നമ്മളിപ്പോ ഇവിടെ ഇരിക്കുന്നവരൊക്കെ എനിക്ക് തോന്നുന്നു അധികം പ്രായമുള്ള ഇന്നത്തെ ഇനി അടുത്ത് വരാൻ പോകുന്ന ഒരു തലമുറയെ ഇവിടെ ഏതെങ്കിലും മത നേതാക്കന്മാർക്ക് സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു കാലം ഉണ്ടാവില്ല. ഒരുപക്ഷെ നമ്മളിങ്ങനെ വിലപിക്കുന്നില്ലാതെ അത് കഴിഞ്ഞാൽ അത് പോകുന്നതാണ്. കാരണം പല യൂറോപ്യൻ രാജ്യങ്ങളിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ് മത നേതാക്കന്മാർക്ക് പ്രത്യേകിച്ച് ഒരു സ്വാധീനമില്ല, മതത്തിന് തന്നെ ഒരു സ്വാധീനമില്ലാത്ത ഒരു ജനറേഷൻ വളർന്നു വരുന്ന വേറൊരു കാലം നമ്മൾ കാണുകയാണ്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നത്, ഇനി ചർച്ച നമുക്ക് തുടരാം, പക്ഷെ പ്രധാനമായും സാമൂഹ്യമായി, സാമ്പത്തികമായി അല്ലെങ്കിൽ സാംസ്കാരികമായി സമൂഹത്തിലുള്ള പ്രശ്നങ്ങളെ സമർത്ഥമായി മറച്ചു പിടിക്കുകയും അതിന് പകരം അതിപ്പോ കേന്ദ്രമായാലും കേന്ദ്രത്തിലായാലും സംസ്ഥാനത്തിലായാലും ഈ പറഞ്ഞ പോലെ മതവുമായി ബന്ധപ്പെട്ട യഥാർത്ഥത്തിൽ സർക്കാരിന് ഒരു ചുമതലയും ഇല്ലാത്ത വിഷയങ്ങളിൽ അമ്പലം പണിയാണത് സർക്കാരിന്റെ ചുമതലയല്ല. രാമക്ഷേത്രം പണിയിൽ ഇങ്ങനെ ഒരു സ്റ്റേറ്റിന്റെ ഡ്യൂട്ടി ആവുക അത് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അല്ലെങ്കിൽ ഒരു അമ്പലം പൊളിക്കൽ ഇങ്ങനെ, വള്ളി പൊളിക്കൽ ഇങ്ങനെയാവുക അത് മനസ്സിലായിട്ടില്ല. അതൊരു മതക്കാരുടെ വിശ്വാസമാണ്, അമ്പലം പണിയെ പൊളിക്കുക, അതൊക്കെ വേറെ പ്രശ്നം. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് റേഷനറി കിട്ടിയില്ലെങ്കിലും രാമക്ഷേത്രം പൊളിക്കുന്നത് നമ്മുടെ പ്രധാന വിഷയമായി നമ്മൾ കാണുകയും റേഷനറി കിട്ടിയില്ലെങ്കിലും നമ്മൾ പോയി ശ്രീരാമനെ വോട്ട് ചെയ്യുകയും, ശ്രീരാമനാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വോട്ട് ചെയ്യുന്നത് എന്നുള്ള തമാശ. അപ്പോ ശ്രീരാമൻ രാജാവായിരുന്നു അവിടെ. അപ്പൊ ഏതായാലും ഈ ചർച്ച നല്ലതാണ്. മറ്റുള്ള ആളുകളുടെ അഭിപ്രായം കേൾക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. ഞാൻ വളരെ ആദ്യം സംസാരിച്ച ഒരാളെന്നുള്ള നിലയ്ക്ക് കുറച്ച് ജനറിക് കാര്യങ്ങൾ സംസാരിച്ചത്. ഇനി വേണമെങ്കിൽ വിവിധ വിഷയത്തിൽ നമുക്ക് ഈ ചർച്ച തുടരാം. ഞാൻ എൻ്റെ ഈ ആദ്യത്തെ സെക്ഷൻ ഞാൻ അവസാനിപ്പിക്കുന്നു. താങ്ക് യു. ഇപ്പൊ ഈ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് 2 സംഭവങ്ങൾ നമ്മുടെ കേരളത്തിൽ ഉണ്ടായത് ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. ഒന്ന്, ഒരു ബിഷപ്പിന്റെ പ്രസ്താവനയായിരുന്നു. ആ പ്രസ്താവന ഇങ്ങനെയായിരുന്നു: ഞങ്ങളുടെ സ്ഥാപനങ്ങൾ പിടിച്ചെടുക്കാൻ ശ്രമിച്ചാൽ 1959 കമ്മ്യൂണിസ്റ്റ് സർക്കാർ നിലംപതിക്കാനുണ്ടായ സാഹചര്യം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ആ ബിഷപ്പിന്റെ പ്രസ്താവന വന്നത്. അത് അദ്ദേഹം പ്രസ്താവിച്ചത് ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ ഉണ്ടായ ഒരു കേസിൽ NSSന് അനുകൂലമായ നിലപാടുണ്ടായപ്പോൾ ആ വിധി ക്രിസ്തീയ സഭകൾക്കും സ്ഥാപനങ്ങൾക്കും ബാധകമാക്കണമെന്ന് അതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസ്താവനയുടെ പിന്നിൽ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് വിമോചന സമരം ബഹുമാനായ സിയ സാറോട് സൂചിപ്പിച്ചു. നമുക്കറിയാം
കേരള രാഷ്ട്രീയത്തിൽ വർഗീയ ശക്തികൾ അസാധാരണമായ രൂപത്തിൽ പിടിമുറുക്കുന്നത് വിമോചന സമരത്തിന്റെ വിജയത്തോടു കൂടിയാണ്. അതൊരു ചരിത്ര സത്യമാണ്. അന്ന് ജോസഫ് മുണ്ടശ്ശേരി മാഷ് കൊണ്ടുവന്ന വിദ്യാഭ്യാസ ബില്ലിനെതിരെ എല്ലാ ജാതിമത സംഘടനകളും അവരുടെ വാണിജ്യ താല്പര്യത്തിന്റെ പേരിൽ, വിദ്യാഭ്യാസ കച്ചവടത്തിന്റെ പേരിൽ ഒരേ ചേരിയിൽ അണിനിരുന്നു. അതിശക്തമായ സമരമായിരുന്നു അത്. പല ഇന്ന് നമ്മൾ ആദരിക്കുന്ന പല സാംസ്കാരിക നായകരും, ഞാൻ പേര് പറയുന്നില്ല, തെറ്റിദ്ധരിക്കപ്പെട്ട് അതിൽ ചേർന്നിരുന്നു. അത് പണ്ഡിറ്റ് നെഹ്റു അതിശക്തമായി എതിർത്തിരുന്നു പറയുന്നു. അതുപോലെ തന്നെ കേരളത്തിലെ നമ്മുടെ സാംസ്കാരിക രംഗത്തും ഒക്കെ നിറഞ്ഞു തീരുന്ന ബഹുമാന്യനായ KP കേശവമേനോൻ അദ്ദേഹം തുടക്കത്തിലെ ആശയത്തെ എതിർത്തു. എതിർക്കാൻ കാരണം ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെന്റിനെ, ജനങ്ങൾ വോട്ട് ചെയ്ത് അധികാരത്തിലെത്തിയ ഒരു ഗവൺമെന്റിനെ കുൽസിത മാർഗത്തിലൂടെ അട്ടിമറിച്ചാൽ നമ്മുടെ ജനാധിപത്യത്തിന് തെറ്റായ സന്ദേശം നൽകും. പിന്നീട് പല പ്രമുഖരായ നേതാക്കളും പറഞ്ഞു വിമോചന സമരം തെറ്റായി പോയിരുന്നുവെന്ന്. അപ്പോ ചില വാണിജ്യ താല്പര്യങ്ങളുടെ പേരിൽ എല്ലാ ജാതിമത ശക്തികളും ഒത്തൊരുമിക്കുകയും ആ ഗവൺമെന്റിനെ അട്ടിമറിക്കുകയും ചെയ്തു. മറ്റൊന്ന് ഭൂപരിഷ്കരണ ബില്ലായിരുന്നു. നമുക്കറിയാം, ഭൂപരിഷ്കരണ ബില്ല് വന്നപ്പോഴും ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടായി. കാലാന്തരത്തിൽ എന്താണ് സംഭവിച്ചത്? ജന്മിമാർ പോയി, ആ സ്ഥാനത്ത് പുതിയ വർഗീയ ചേരികൾ ഉണ്ടായി. അപ്പോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വോട്ടിന് വേണ്ടി ഈ വർഗീയ പ്രസ്ഥാനങ്ങളെ, അതോടൊപ്പം നമ്മൾ ഓർക്കേണ്ട വേറൊരു കാര്യമുണ്ട്. സമുദായ പരിഷ്കരണ പ്രസ്ഥാനങ്ങളായി തുടങ്ങിയ NSSഉം SNDPയും വെറും ജാതി സംഘടനകളെ അനുവദിച്ചു. ഇതൊക്കെ നമ്മുടെ കൺമുന്നിലുള്ളതാണ്. അപ്പൊ ഇങ്ങനെ ഈ സംഘടിത പ്രസ്ഥാനങ്ങളെ കൂട്ടുപിടിക്കാൻ ഓരോ രാഷ്ട്രീയ പാർട്ടികളും മത്സരിച്ചു. അതിന്റെ വില ബഹുമാനനായ CR സാർ സൂചിപ്പിച്ചതുപോലെ വളരെ വലുതായിരുന്നു. ഈ ജാതീയ നേതാക്കൾ അവരുടെ സമുദായത്തിലുള്ള സമുദായ അംഗങ്ങളെ ഇലക്ഷൻ വരുമ്പോൾ മുൻനിർത്തി, കഴിഞ്ഞ ദിവസം ഒരു ബിഷപ്പ് പറഞ്ഞു, തെക്കൻ ഭാഗത്തുള്ള ഒരു ബിഷപ്പ് പറഞ്ഞു, ഞങ്ങളുടെ ഒരു സംഘടനയിൽ ഇത്ര ലക്ഷം പേരുണ്ട്. അതിനർത്ഥം എന്താണ്? അപ്പൊ ഈ സംഘടനയിൽ അണിനിരക്കുന്ന ഈ സമുദായ അംഗങ്ങളായ ആളുകൾക്ക് അവർക്ക് വ്യക്തിത്വമില്ലേ? അവർക്ക് അവരുടെ രാഷ്ട്രീയ നിലപാടുകൾ പറഞ്ഞുകൂടെ? അപ്പൊ നോക്കണം, മൊത്തക്കച്ചവടം എന്ന് പറയുന്നത് പോലെ. അപ്പൊ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ഒരു അരക്കിട്ടുറപ്പിക്കുന്ന രൂപത്തിൽ, പക്ഷെ ഒരു വൈരുദ്ധ്യം, 1959 മന്ത്രിസഭയെ ഈ ഹീനമായ മാർഗത്തിലൂടെ അട്ടിമറിക്കുന്നതിന് നേതൃത്വം കൊടുത്തിൽ ഒരാളായ കേരള കർഷക തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ നേതാവായിരുന്ന ഫാദർ വടക്കൻ, ആ പേരെടുത്ത് പറയേണ്ടതുണ്ട്, അതുകൊണ്ടാണ് ആ പേര് പറഞ്ഞത്. ഫാദർ വടക്കൻ 67 വന്ന EMS മന്ത്രിസഭയുടെ സപ്തകക്ഷി മന്ത്രിസഭയിൽ ഈ KTPയുടെ, കേരള കർഷക തൊഴിലാളി പാർട്ടിയുടെ പിന്തുണ EMS മന്ത്രിസഭയ്ക്ക് ഉണ്ടായിരുന്നു. എന്ത് വൈരുദ്ധ്യമാണെന്ന് നോക്കണം. ഞാനൊരു രാഷ്ട്രീയ വിദ്യാർത്ഥി കൂടി ആയതുകൊണ്ട് ഞാൻ വളരെ ഇപ്പൊ CR-ന്റെയൊക്കെ മുമ്പിൽ സംസാരിക്കാൻ കഴിയുന്ന ഒരു ബഹുമാനമായിട്ട് ഞാൻ പറയുന്ന കൂട്ടത്തിൽ ഞാൻ പറഞ്ഞോട്ടെ. അപ്പൊ നമ്മൾ അതിന്റെ വൈരുദ്ധ്യം നമ്മൾ ബാക്കിലോട്ട് പോയാൽ നമുക്ക് കണ്ടെത്താൻ കഴിയും. ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ആദ്യ റൗണ്ട് ചർച്ചയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇന്ത്യയുടെ ദേശീയ തലത്തിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം, ആദ്യത്തെ നമ്മുടെ പ്രധാനമന്ത്രി വളരെ ശാസ്ത്രീയ കാഴ്ചപ്പാടുകൾ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള, തീർത്തും ഒരു മതേതര നിലപാടുകളിലുള്ള, ഒരു ശാസ്ത്രീയ നിലപാടുകളിലുള്ള, നമ്മുടെ തലമുറയ്ക്ക് മാർഗദർശിയായ ശക്തനായ ഒരു പ്രധാനമന്ത്രിയായിരുന്നു. എന്നാൽ ഇന്നോ രണ്ടന്തരമാണ് നമ്മൾ നോക്കേണ്ടത്. ഒരു പ്രധാനമന്ത്രി തന്നെ ഒരു ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിനും അത് സ്ഥാപിക്കുന്നതിനുമായുള്ള പൂജകൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു ജനാധിപത്യ മതേതര രാഷ്ട്രത്തിൽ അപ്പൊ എന്താണ് മതേതരം എന്നൊക്കെ സുപ്രീം കോടതി സർക്കാരിന് വീണ്ടും വ്യാഖ്യാനിച്ചു. ഞാനതിലേക്ക് പോകുന്നില്ല. അന്ന് വേറൊരു സംഭവം ഡോക്ടർ രാം മനോഹർ ലോഹി ചൂണ്ടിക്കാട്ടിയ ഒരു സംഭവം ഞാൻ ഓർക്കുകയാണ്. നമ്മുടെ ആദ്യത്തെ പ്രസിഡന്റ് ആയിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് പൂനെയിൽ വെച്ചാണെന്ന് എനിക്ക് തോന്നുന്നു ഒരു സംഘം ബ്രാഹ്മണരുടെ കാല് കഴുകി. എന്ത് പ്രീണനമാണ് നമ്മൾ ഓർക്കണം, എന്ത് ജാതീയതയാണെന്ന് ഓർക്കണം. ഒരു സംഘം ബ്രാഹ്മണരുടെ കാല് കഴുകാൻ നമ്മുടെ രാജ്യത്തെ പ്രഥമ പൗരൻ തയ്യാറായി എന്ന് നോക്കുമ്പോൾ, എന്നാൽ ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രത്തിന് സർക്കാർ ഫണ്ടിൽ നിന്നും പൈസ അനുവദിച്ചുകൊണ്ട് അത് റെനോവേഷൻ പുനരുദ്ധരിക്കണമെന്ന് പട്ടേൽ നിർദ്ദേശിച്ചപ്പോൾ ആദ്യം മുതൽ അവസാനം വരെ നെഹ്റുജി അതിനെ എതിർത്തു എന്നുള്ളതാണ്. അതാണ് നെഹ്റുവിന്റെ രാഷ്ട്രീയം. അതാണ് നമ്മൾ ഉയർത്തി കാണിക്കേണ്ടത്. അതിനെ ഇടതുപക്ഷക്കാരനാവണമെന്ന് പ്രത്യേകിച്ചില്ല, നിലപാടുകളാണ്.
പക്ഷെ പട്ടേൽ ഇത് ചെയ്തു. അത് മറ്റൊരു കാര്യം. അപ്പൊ അന്ന് ഈ സംഭവത്തെ രാം മനോഹർ ലോഹ്യ അതിരൂക്ഷമായി വിമർശിച്ചതായി പ്രൊഫസർ തായാട്ട് ശങ്കറിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, അതിരൂക്ഷമായ ഭാഷയിൽ അതിന് ഒരുപാട് മാനങ്ങളുണ്ട്, അർത്ഥതലങ്ങളുണ്ട്. ഒരു സംഘം ബ്രാഹ്മണരുടെ, നമ്മുടെ ഒരു 10 ദിവസം ചർച്ച ചെയ്യാനുള്ളത്, ബ്രാഹ്മണരുടെ കാലുകൾ ഇന്ത്യൻ പ്രസിഡന്റ്, ഇന്ത്യയിലെ പ്രഥമ പൗരൻ, നമ്മുടെ ആദ്യത്തെ പ്രസിഡന്റ് കഴുകി എന്ന് പറയുമ്പോൾ നമ്മൾ ലജ്ജിച്ച് തലതാഴ്ത്തണം. അതിനെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ഡോക്ടർ രാം മനോഹർ ലോഹ്യ പറഞ്ഞു. അതോടുകൂടി അധിഷ്ഠം അവസാനിപ്പിക്കാം. ബ്രാഹ്മണരുടെ കാല് കഴുകിയ അതേ കൈകളുടെ ഉടമസ്ഥൻ ഇന്ത്യയിലെ അധസ്ഥിതരായ ജനകോടികളെ ചവിട്ടി താഴ്ത്താൻ ഉപയോഗിക്കുന്ന കാലുകളുടെ ഉടമയാണ്. ഞാനത് ആവർത്തിക്കാം. ബ്രാഹ്മണരുടെ കാല് കഴുകിയ കൈകളുടെ ഉടമസ്ഥൻ ഇന്ത്യയിലെ കോടിക്കണക്കിന് അധസ്ഥിത ജനവിഭാഗങ്ങളുടെ, ദുർബലരുടെ, അവരെ ചവിട്ടിത്താഴ്ത്താൻ ഉപയോഗിക്കുന്ന കാലുകളുടെ ഉടമയാണ്. ഇതിൽപ്പോഴെന്താണ് പറയേണ്ടത്? ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അടുത്ത കാലത്ത് ഞാൻ പ്രൊഫസർ തായാട്ട് ശങ്കറിന്റെ ഒരു ലേഖനത്തിൽ വായിച്ചതാണിത്. നമ്മൾ അടിവരയിട്ട് പറയുകയും നമ്മൾ തുടർ ചർച്ചകൾ വെക്കേണ്ടതായ ഒരു സംഭവമാണത്. ഞാൻ എന്റെ ആദ്യ സെഷനിൽ ഞാൻ അവസാനിപ്പിക്കുന്നു. വളരെ ഗൗരവമുള്ള ഒരു ചർച്ചയാണ് നമ്മളിവിടെ തുടക്കം കുറിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ കേരളത്തിൽ നിന്ന് നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇത് എങ്ങനെ ഏതെല്ലാം വേദികളിൽ വെച്ച് ഇത്തരം ചർച്ചകൾക്ക് പ്രാധാന്യം കിട്ടുന്ന രൂപത്തിൽ ഇടപെടാൻ സാധിക്കുമോ എന്നുള്ളത് നമ്മൾ കൂട്ടമായിട്ട് ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. കേരളം മുമ്പെങ്ങും ഇല്ലാത്ത വിധം സംവാദാത്മകതയും വിമർശാബോധവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ അതൊക്കെ പൊതുമണ്ഡലത്തിൽ നിന്ന് അകന്നു പോകുന്ന, ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഭരണത്തിൽ സ്വാധീനം ചെലുത്താൻ എനിക്ക് തോന്നുന്നത് മുമ്പൊന്നും ഇല്ലാത്ത വിധത്തിൽ ഇന്ന് മത, സാമുദായിക, സവർണ മേധാവിത്വങ്ങൾക്ക് വലിയ തോതിൽ സാധ്യമാകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും നമ്മളെയൊക്കെ തന്നെ ആശങ്കപ്പെടുത്തുന്ന കാര്യം. ഈ അടുത്ത കാലത്ത് നടന്നിട്ടുള്ള, ഒരിക്കലും നടക്കുമെന്ന് നമ്മൾ സ്വപ്നത്തിൽ ഒരിക്കലും കാണാൻ സാധ്യതയില്ലാത്ത മാതാമൃതാനന്ദമയിയെ ചുംബിക്കുന്ന കാര്യമാണെങ്കിലും, വെള്ളാപ്പള്ളി എന്ന് പറയുന്നത് കേരളത്തിൽ ഒരു അശ്ലീലമായിട്ടുള്ള ഒരു കഥാപാത്രമാണ്. ശ്രീനാരായണ ഗുരു തന്നെ പറഞ്ഞ കാര്യങ്ങൾക്ക് നേരെ വിപരീതമായിട്ടുള്ള ഒരു ദിശയിലേക്കാണ്, ആ ഒരു ജാതി സമൂഹമായിട്ടാണ് അദ്ദേഹം അതിനെ കൊണ്ടു നടക്കുന്നത്. അത് മാത്രമല്ല, ഇന്നത്തെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഏതെല്ലാം വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് സ്വാധീനം ചെലുത്താൻ സാധിക്കുമോ, അല്ലെങ്കിൽ തനിക്ക് ഇരിപ്പിടങ്ങൾ കിട്ടാൻ സാധിക്കുമെന്ന് കൃത്യമായിട്ട് അറിയുന്ന ഒരാളാണ് വെള്ളാപ്പള്ളി. ആ വെള്ളാപ്പള്ളിയെ പോലും കേരളത്തിലെ ഒരു മന്ത്രി പ്രകീർത്തിച്ചത് 1-2 തവണയല്ല. പോകുന്ന വേദികളിലൊക്കെ തന്നെ വെള്ളാപ്പള്ളി കേരളത്തിന്റെ ഒരു പരിഷ്കരണ പ്രസ്ഥാനത്തിന്റെ നേതാവാണെന്നൊക്കെ പറഞ്ഞു വെക്കുന്ന തലത്തിലേക്ക്, ആ ഒരു ധ്വനിയിലേക്ക് വർത്തമാനങ്ങളൊക്കെ പോകുന്ന ഒരു സാമൂഹ്യ സാഹചര്യം നിലവിലുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ വിദ്യാഭ്യാസ രംഗത്ത് നമുക്കറിയാവുന്നത്, കേരളത്തിലെ 57 ശേഷം ശങ്കർ വിദ്യാഭ്യാസ മന്ത്രിയായി, പി ഉമ്മർകോയ വിദ്യാഭ്യാസ മന്ത്രി ആയതിനു ശേഷം ദീർഘകാലം കേരളത്തിലെ ഒരു മത സാമുദായിക കക്ഷികളാണ് വിദ്യാഭ്യാസത്തെ നിയന്ത്രിച്ചത്. ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും വലിയ, ഞാൻ ഇതിനു മുമ്പ് പങ്കെടുത്ത ഇതിൽ ഏറ്റവും കൂടുതൽ കാലം കേരളത്തിലെ വിദ്യാഭ്യാസത്തെ നിയന്ത്രിച്ചത്, കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് വരുത്തേണ്ട പരിഷ്കാരങ്ങളെ തടഞ്ഞു വെച്ചത് കേരളത്തിലെ മത സാമുദായിക സംഘടനകൾ. ഇന്നും കേരളത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പുരോഗമനാത്മകമായിട്ടുള്ള വിദ്യാഭ്യാസ ഇടപെടലുകൾ നടത്താൻ ശ്രമിക്കുമ്പോൾ അത് അനുവദിക്കാതെ, ഒരുപക്ഷെ അനുവദിക്കാതിരിക്കുമ്പോൾ അതിനോട് സമരസപ്പെടുന്ന രൂപത്തിലാണ് നമ്മൾ ഒക്കെ ആഗ്രഹിക്കുന്ന പുരോഗമനപക്ഷത്തുള്ള ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ അർത്ഥം കേരളത്തിലെ ഒരു സാമൂഹ്യ മണ്ഡലത്തിൽ ഉണ്ടാവേണ്ട പുതിയ നവീകരണത്തിന്
സാധ്യമല്ലാതാക്കുന്ന രൂപത്തിലുള്ള ഇടപെടലുകൾ നടത്താൻ മത സാമുദായിക കക്ഷികൾക്ക് കേരളത്തിൽ ഇന്ന് സ്വാധീനം ലഭിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒത്താശ പണി ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവരുമായിട്ട് സമരസപ്പെടുന്നുണ്ട് എന്നുള്ള ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരുപക്ഷെ കേരളത്തിൽ ഇങ്ങനെ വന്നു ചേരേണ്ടതല്ല. അതുകൊണ്ട് തന്നെ കേരളം ഒരു ജനാധിപത്യ സ്വഭാവമുള്ള ഒരു സമൂഹത്തിൽ നിന്ന് പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു തരത്തിലുള്ള സംവാദങ്ങൾ, പുരോഗമനപരമായിട്ടുള്ള സംവാദങ്ങളും സാധ്യമല്ലാത്ത തരത്തിലേക്ക് കേരളത്തിന്റെ പൊതുമണ്ഡലം മാറിക്കൊണ്ടിരിക്കുന്നു. ഒരു തരത്തിലുള്ള വിമർശനങ്ങളും നടത്താൻ പറ്റാത്ത വിധത്തിൽ ഉള്ള ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള സ്വഭാവങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്ന, നമ്മളൊക്കെ തന്നെ പങ്കാളികളായിട്ടുള്ള കണ്ണികളായിട്ടുള്ള സാമൂഹ്യ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ വന്നു ചേർന്നിരിക്കുന്നു. ഇതൊക്കെ തന്നെ കേരളം ഒരു അടിമപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കാണാനാവുക. നേരത്തെ എനിക്ക് മുമ്പ് പറഞ്ഞ പോലെ വിദ്യാഭ്യാസ രംഗത്ത് തങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് നടപ്പിലാക്കേണ്ടത്. അതിലപ്പുറത്തേക്ക് പോകാൻ അനുവദിക്കില്ല എന്ന് പറയാൻ വരെ ഒരു ശബ്ദം കേരളത്തിൽ ഇങ്ങനെ സാമൂഹ്യ മണ്ഡലത്തിൽ വളരെ പ്രകടമായിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ കേരളത്തിലെ ഒരുപക്ഷെ നമ്മള് ഈ മതന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയിട്ട് പണ്ട് മുതലേ 1921 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യത്തെ യോഗത്തിൽ തന്നെയുള്ള പ്രമേയങ്ങളിൽ ഒന്ന്, അല്ലെ 21 പ്രമേയങ്ങളിൽ ഒന്ന് മതന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കണമെന്നാണ്. അതിന്റെ ഒരു പ്രാധാന്യം നമുക്കറിയാം. ഈ മതന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി അവര് ഉത്തരേന്ത്യയിലും മറ്റും ക്രിസ്ത്യൻ സഭകളാണെങ്കിലും മുസ്ലിം വിഭാഗങ്ങളാണെങ്കിലും അവർക്കെതിരെ നടക്കുന്ന ഭൂരിപക്ഷ വർഗീയത ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾക്കെതിരെ പ്രതികരിക്കുന്നത് പോലും, ആ പ്രതികരണം പോലും ന്യൂനപക്ഷങ്ങളിൽ നിന്ന് തങ്ങൾക്ക് അനുകൂലമായ ഒരു മനോഭാവം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. എന്നാൽ ഈ ന്യൂനപക്ഷങ്ങൾ എന്താണ് ചെയ്യുന്നത്? അവര് നമ്മൾ അറിയാത്ത വിധം വലിയ തോതിലുള്ള കൺസോൾട്ടേഷന് ഇതിനുള്ളിൽ വിധേയമായിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ ന്യൂനപക്ഷ മുസ്ലിം മത സംഘടനകൾ ഏത് എടുത്തു നോക്കിക്കഴിഞ്ഞാലും അവര് മുമ്പൊന്നുമില്ലാത്ത വിധത്തിലുള്ള വലിയൊരു തരത്തിലുള്ള കൺസോൾട്ടേഷനും അതിൻ്റെ ഉള്ളിലുള്ള വലിയ സംഘാടനവും നടത്തിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിൽ ഈ സലഫി പ്രസ്ഥാനത്തിൽ നിന്ന് മുക്കത്തു നിന്നൊക്കെ നബി പണ്ട് ആട് മേച്ച് നടന്ന ഒരാളായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഈ അടുത്ത കാലത്ത് വരെ അഫ്ഗാനിലേക്ക് ആളുകൾ കുടിയേറി പോയിട്ടുണ്ട്. അങ്ങനെയൊക്കെ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ എന്താണ് ഇതിനെതിരെ, എങ്ങനെയാണ് ഇതിനെ പ്രതിരോധിക്കാം എന്നുള്ളത് നമ്മൾ ഗൗരവമായിട്ട് ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ഒരുപക്ഷെ ഇത്തരം സമൂഹത്തിൽ നടക്കുന്ന ഈ മതനിരപേക്ഷതക്കെതിരായിട്ടുള്ള പ്രവണതകളെയും ഇതിനൊക്കെ തന്നെ ഒരു വിമർശനാബോധത്തോടു കൂടിയിട്ട് ഇടപെടുകയും ചെയ്യേണ്ട ഏത് പ്രസ്ഥാനങ്ങൾ എടുത്തു കഴിഞ്ഞാലും, ഏത് സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ എടുത്തു കഴിഞ്ഞാലും അവരൊക്കെ തന്നെ അവരുടെ ഒരു ജനാധിപത്യ സ്വഭാവത്തെ തകർക്കുന്ന വിധത്തിൽ രാഷ്ട്രീയ സംഘടനകൾ, നമുക്കറിയാം, ഞാൻ അതിന് തെളിച്ചു പറയുന്നില്ല എന്നുള്ളൂ, നമ്മുടെ പുരോഗമന പ്രസ്ഥാനങ്ങൾ അടക്കമുള്ള സംഘടനകൾ അതിലേക്ക് കയറി ചെന്ന് അതിന്റെ ജനാധിപത്യ സ്വഭാവത്തെ ഒരു തകർക്കുന്ന രൂപത്തിലുള്ള പ്രവണതകൾ വളരെ ശക്തമാണ്, വളരെ പ്രകടമാണ്. അതുകൊണ്ട് തന്നെ പൊതുമണ്ഡലത്തിലുള്ള എല്ലാ വിമർശനങ്ങളെയും തടഞ്ഞു നിർത്തുക എന്നുള്ള ഇതൊരു ഫാസിസ്റ്റുകൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ഒരുപക്ഷെ പുരോഗമനപക്ഷത്തുള്ള ആളുകളും ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫാസിസ്റ്റുകൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ജനാധിപത്യത്തെ തകർക്കുക എന്നുള്ളതാണ്, ജനാധിപത്യ ബോധത്തെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അതേ പ്രവണത തന്നെ ഈ ഭാഗത്തും നമുക്ക് നിങ്ങൾക്കൊക്കെ കാണാം. ഞാൻ അതിന്റെ ഓരോ കാര്യങ്ങൾ എടുത്ത് പറയുന്നില്ല. ഈ ഒരു അവസ്ഥയിലേക്കാണ് കേരളം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള ഒരു ഒളിച്ചുകളിയും ഒരു ഒത്തുതീർപ്പും പല വിധത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, കോഴിക്കോട്, ഞാൻ 1-2 കാര്യങ്ങൾ പറഞ്ഞു നിർത്താം. ഈ അടുത്ത കുറച്ച് കാലങ്ങൾക്കിടെ നടന്നിട്ടുള്ള സർക്കാർ തലത്തിലും മറ്റും നടത്തിയിട്ടുള്ള ചില സംവാദങ്ങൾ, ഓരോ ജില്ലകളെയും പൗരപ്രമുഖരെന്ന് പറഞ്ഞ് വിളിച്ചു ചേർത്തത് ആരെയാണ്? ചില സ്ഥലങ്ങളിൽ പ്രത്യേക ഒരു മതത്തിൽപ്പെട്ട ആളുകളെ മാത്രം വിളിച്ചു നിർത്തി നിങ്ങൾക്ക് കേരളത്തിലെ വികസനത്തെ കുറിച്ച്, കേരളത്തിലെ ഭാവിയിൽ കേരളം എന്താകണം എന്നതിനെ കുറിച്ച്, എന്തിന് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് എന്ത് മാറ്റം വരുത്തേണ്ടതാണ് എന്നുള്ളത് ഈ പൗരോഹിത്യത്തോടാണ് ചോദിക്കുന്നത്. അവരെന്താണ് പറഞ്ഞു കൊടുക്കുന്നത്? അവരാഗ്രഹിക്കുന്ന കാര്യം അവിടെ എഴുതി വെച്ചിട്ട് ഇത് നടപ്പിലാക്കാനാണോ ഒരു പുരോഗമനപക്ഷത്ത് നിൽക്കുന്ന ഗവൺമെന്റ് തയ്യാറാകേണ്ടത്?
കേരളത്തിൽ നടക്കുന്ന എല്ലാ നവകേരള സദസ്സുകളാണെങ്കിലും എല്ലാ സദസ്സുകളിലും ഇവരെ പ്രത്യേകമായി ഇതുപോലുള്ള ചെറിയ മുറികളിൽ വിളിച്ചിട്ട് എന്ത് ചർച്ചയാണ് കേരളത്തിലെ വികസനത്തെ കുറിച്ച്, കേരളത്തിലെ ഭാവി പരിപരിഷ്യത്തെ കുറിച്ചിട്ട് എന്ത് ചർച്ചയാണ് ഇവരെ കൊണ്ട് നടത്തിക്കുന്നത്? എന്തിനാണ് ഇവർക്ക് സീറ്റ് കൊടുക്കുന്നത്? എന്തിനാണ് ഇവരെ ആദരിക്കുന്നത്? എന്തിനാണ് ഇവരെ ബഹുമാനിക്കുന്നത്? നിങ്ങളാണ് ആ ഭാവിയെ കുറിച്ച് പറയാനുള്ളതെന്ന് നാണംകെട്ട രൂപത്തിൽ അവരെ മുന്നിൽ അവതരിപ്പിക്കാനുള്ള ഒരു ബോധം, അത്രയും താണൊരു ബോധത്തിലേക്ക് എങ്ങനെയാണ് പുരോഗമനപക്ഷത്തുള്ള ആളുകൾ മാറിപ്പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഏറെ സങ്കടപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെന്ന് ആണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് തോന്നിയില്ല, ഞാൻ തുടക്കത്തിൽ സംസാരിച്ച ആളായതുകൊണ്ട് കുറച്ച് വിശാലമായിട്ടാണ് സംസാരിച്ചപ്പോൾ ഒരു വളരെ നല്ല ഉദാഹരണം ഇവിടെ വിദ്യാഭ്യാസത്തെ കുറിച്ച് നമ്മൾ ഒരുപാട് പറഞ്ഞു. ഇപ്പൊ വലിയ ചർച്ച ന്യൂ എഡ്യൂക്കേഷൻ പോളിസി കേരളത്തിൽ പല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ഏതാണ്ട് എല്ലാവർക്കും അറിയാം എന്താ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി എന്നുള്ളതിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. അത് ഭാഗികമായി കേരളത്തിൽ വന്നു കഴിഞ്ഞിരിക്കുന്ന ഒരു കുറെ സ്കൂളുകളിൽ, സെൻട്രൽ സ്കൂളിലൊക്കെ ഓൾറെഡി വന്നു കഴിഞ്ഞു. വളരെ ഇപ്പൊ നമ്മൾ നേരത്തെ യുവാക്കളുടെ പ്രശ്നം പറഞ്ഞത്, ഞാനത് ആലോചിച്ചപ്പോഴാണ് അത് വന്നത്. 3 വയസ്സിലൊരു കുട്ടിയെ സ്കൂളിൽ ചേർക്കും, 18 വയസ്സ് വരെ ആ കുട്ടി സ്കൂളിലാണ് ഓൾമോസ്റ്റ്. അങ്ങനെയാണത് വരിക. സ്കൂള് കോളേജ് എല്ലാം കൂടി ഒരു 18 വയസ്സ് വരെ. അതിനിടയ്ക്ക് ആ കുട്ടിയെ പരുവപ്പെടുത്തി പാകപ്പെടുത്തി ഒരു ഫാക്ടറി പ്രോഡക്റ്റ് ആയി പുറത്തേക്ക് തരും. അതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. അതെങ്ങനെയാണ് പരുവപ്പെടുത്തുന്നത് എന്നുള്ളതാണ് ബാക്കി അതിന്റെ അനുസരണികൾ. ഒരു ഘട്ടത്തിൽ നമ്മൾ വളരെ ശക്തമായി NEP-യെ അതിനിശിതമായി എതിർക്കുകയും ഞാനൊക്കെ അടക്കം എത്രയോ വേദികളിൽ സംസാരിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്തു. ഇപ്പോ പൊതുവെ നമ്മുടെ സമൂഹം അതിപ്പോ എന്താ കുഴപ്പം എന്നുള്ള മട്ടിലേക്ക് ഏതാണ്ട് സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് കേരളത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അതിന് കാരണം നമ്മളിപ്പോ ഈ ചർച്ച ചെയ്യുമ്പോൾ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ, നേരത്തെ വക്കീല് പറഞ്ഞ പോലെ ഒരു വലിയ മധ്യവർഗ സമൂഹം മാത്രമായി കേരളം മാറുന്നു എന്നുള്ളതാണ്. വളരെ ഇൻസെക്യൂർ ആയ ഒരു സമൂഹമാണ് നമ്മുടേത്. നമ്മളത് ഇപ്പോ ആളുകൾ ജ്യോതിഷത്തിലേക്ക് പോകുന്നതോ മന്ത്രവാദത്തിലേക്ക് പോകുന്നതിനൊന്നും നമ്മള് കേവലം വിമർശനാത്മകമായി യുക്തിപൂർവമായെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ പറഞ്ഞില്ലേ, മരുന്ന് ഏതിനാ വേണ്ടത്, ഏത് മരുന്ന് ചെയ്താലും നന്നാവെന്നറിയില്ല. അപ്പൊ എന്നാ മന്ത്രവാദിയുടെ ചരടും ജപിച്ചു കിട്ടിയേക്കാം, ഒരു ഓപ്പറേഷൻ നടത്തിയേക്കാം, പിന്നെ മന്ത്രവാദിയുടെ ചരടും ജപിച്ചു കിട്ടിയേക്കാം, ഹോമിയോയുടെ മരുന്ന് മേടിച്ചേക്കാം. ഹൈലി ഇൻസെക്യൂർ ആണ് കേരളം, ഹൈലി ഇൻസെക്യൂർ ആണ്. അതിനൊരു കാരണം ഈ മിഡിൽ ക്ലാസിന്റെ ഏറ്റവും വലിയ മോഹങ്ങളാണ്. അതിമോഹമാണ് മോനെ ദിനേശ എന്ന് മോഹൻലാൽ പറയുന്ന ഡയലോഗാ. തങ്ങൾക്ക് സാധ്യതയുള്ളതിന്റെ 10 ഇരട്ടി ആഗ്രഹിക്കുന്ന ഒരു സമൂഹമാക്കി മാറ്റുക എന്നതാണ് യഥാർത്ഥത്തിൽ. അത് ഒരു മാർക്കറ്റ് എക്കോണമിയുടെ ഒരു പ്രത്യേക രീതിയാണ്. നിങ്ങൾ ഒരിക്കലും സംതൃപ്തരാവരുത്. നിങ്ങളൊരു കാറ് വാങ്ങുമ്പോൾ അന്ന് സംതൃപ്തിയാണെങ്കിൽ തൊട്ടടുത്ത അയൽക്കാരന്റെ കാറ് കാണുമ്പോൾ നിങ്ങൾക്ക് അസംതൃപ്തി വരണം. അപ്പൊ അത് നിങ്ങൾ വല്ലാതെ അസ്വസ്ഥത ഉണ്ടാകും. പിന്നെ ഇൻസെക്യൂർ എന്ന് പറഞ്ഞാൽ എല്ലാവരും നമ്മൾ നോക്കിക്കോളൂ, സെക്യൂറായി ജീവിക്കുന്ന എത്ര ആളുകളുണ്ട്, പ്രത്യേകിച്ച് മിഡിൽ ക്ലാസ്സിൽ. സംശയ, അസ്വസ്ഥത, പ്രശ്നം, ആഗ്രഹം. നമുക്ക് തോന്നില്ല നമുക്ക് ആഗ്രഹമുണ്ടെന്ന്. നമ്മൾ സ്വാഭാവികമായ ഒരു കാര്യമായിട്ടാണ് നമ്മൾ കാണണേ, നമ്മൾ സ്വാഭാവികമായ ഒരു കാര്യമായിട്ടാണ് കാണണേ. പക്ഷെ അത് അത്ര സ്വാഭാവികമല്ല. ഈ രാമായണത്തിലെ വളരെ പ്രസിദ്ധമായ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, എല്ലാവരും വായിച്ചിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും, ബാലി എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട്. ഈ ബാലിയുടെ പ്രത്യേകത, ബാലിയുടെ നേരെ ചെല്ലുന്ന ആളുടെ പകുതി ശക്തി ബാലിക്ക് കിട്ടുന്ന. ഈ മാർക്കറ്റ് എക്കോണമിയുടെയും ക്യാപിറ്റലിസത്തിന്റെ ഏറ്റവും വലിയ ഗുണം, നമ്മളതിനെ നേരിടാൻ ചെന്നാൽ നമ്മുടെ പകുതി ശക്തി ആദ്യം അവനാൻ കിടക്കും. നമ്മൾ ദുർബലമാണ്. അത് ചലഞ്ച് ചെയ്യാൻ നമ്മുടെ ജോലിയല്ല. അപ്പൊ നമ്മുടെ ലൈഫ് സ്റ്റൈലായാലും ഭക്ഷണമായാലും യാത്രയായാലും ഒക്കെ, ഞാനിത് നേരത്തെ പറഞ്ഞ പോലെ അതൊന്നും വേണോ വേണ്ടോ എന്നുള്ളതല്ല. പക്ഷേ അതിലേക്ക് നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് കേവലം നമ്മുടെ കോമൺ സെൻസ് മാത്രം മതിയാവില്ല. അപ്പോ നോക്കൂ, അടുത്ത കാലത്ത് വന്ന സിനിമകൾ നിങ്ങൾ നോക്കൂ. വളരെ പ്രസിദ്ധമായി ഇപ്പോ ഏറ്റവും 2 സിനിമ അടുത്ത കാലത്ത് വലിയ ചർച്ചയായിട്ടുണ്ട്, ലോകയും ഡൈസയറും. ആ 2 സിനിമയും നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല.
കണ്ടിട്ടുണ്ടെങ്കിൽ വളരെ സ്വാഭാവികമായ തരത്തിൽ ഒരു ചിന്താശീലം സമൂഹത്തിലേക്ക് വന്നു കഴിഞ്ഞു. നമ്മുടെ ഇടയിലൊക്കെ ഈ ഞാനത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് അതിൽ ഈ ഹാരി പോട്ടർ വായിച്ച ഒരു അനുഭൂതിയാണ്. ഹാരി പോട്ടർ വലിയൊരു ഗുണം, ഹാരി പോട്ടർ ഇസ് ഹൈലി എത്തീസ്റ്റ് ആണ്. ഹാരി പോട്ടർ ആ നോവൽ എത്തീസ്റ്റ് ആണ്. അത് എത്തീസ്റ്റ് എഴുതിയതാണ്. അത് എത്തീസ്റ്റിക് ആണ്. എത്ര പേര് വായിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. അതിൽ ദൈവമില്ല. ആ നോവൽ ദൈവമില്ല. മാജിക് ഉണ്ട്, പക്ഷെ ദൈവമില്ല. മാജിക് എന്നുള്ളതൊരു സംഗതിയാണ്. പക്ഷെ ഇവിടെ ഇതെല്ലാം തന്നെ നേരെ മറിച്ച് ഇന്ത്യനൈസ് ചെയ്യുക, അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഇൻവെർട്ടർ ഇന്ത്യനൈസ് ചെയ്ത് കേരളൈസ് ചെയ്ത് നീലിയിലേക്ക് എത്തിച്ചു. അത് ചാത്തനും നീലിയും കുറുമ്പയും മാടനും ഒടിയനും ആയിട്ട് വളരെ സമർത്ഥമായി. ഒരുപക്ഷെ എൻ്റെ ചെറുപ്പകാലത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ഫൈറ്റ് ചെയ്തിട്ടുള്ളത് ഇവരുമായിട്ടാണ്. ഞാൻ തൃശ്ശൂർക്കാരനാണ്, അവൻ്റെ തൃശ്ശൂർക്കാരൻ. ഞങ്ങളുടെ ചുറ്റും ചാത്തനും ഒടിയനും ഒക്കെയാണ്. ഇവരുമായിട്ട് ഒരുപാട് ഫൈറ്റ് ചെയ്തിട്ടാണ് നമ്മളൊക്കെ വന്നിട്ടുള്ളത്. ഇന്നിപ്പോ ഈ പറഞ്ഞ പോലെ ആരോടും പറയാൻ പറ്റില്ല. സിനിമയിൽ കണ്ടില്ല, ഇപ്പൊ ഇത് അങ്ങനെ ഉണ്ടല്ലോ. ഒരു സംശയം മനുഷ്യൻ, ഇപ്പൊ മണിച്ചിത്രത്താഴ് സംശയം ഉണ്ടായിരുന്നു നമുക്ക്, പ്രേതാണോ മനഃശാസ്ത്രമാണോ എന്നൊക്കെയുള്ള ചെറിയ പ്രശ്നം. ഇപ്പൊ അതില്ല. ലോകയിലെത്തുമ്പോ നമുക്ക് സംശയങ്ങളൊന്നുമില്ല, നമുക്കൊരു സംശയമില്ല. അപ്പൊ പിന്നെ എന്താണ് ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെയുള്ള ഒരു സമൂഹത്തിന് മേലാണ് ഈ പറഞ്ഞതുപോലെ ജാതിയും മതവും കാര്യങ്ങളും വരുന്നത്. NEP പോലെ ഒരു വലിയ പുതിയ വിദ്യാഭ്യാസ നയത്തിന്റെ ഏറ്റവും പിന്തിരിപ്പനായ സമൂഹത്തെ പിറകോട്ട് പോകുന്ന, ഇനി അവസാനമായി ഇപ്പൊ ഒരു കല്യാണത്തിന്റെ കാര്യം പറഞ്ഞു. ഇപ്പൊ ഒരു 90% കല്യാണങ്ങളും മതപരമായ റിച്വൽസിലുണ്ട്. എന്റെ കാലത്ത് ഒരു 30% അല്ലാതെ നടന്നിരുന്നു. ഞങ്ങളൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെയാണ്, ഒരു മതപരമല്ലാത്ത വിവാഹം ചടങ്ങുകൾ. നമ്മളൊക്കെ അത് ഞാനിപ്പോ യുക്തിവാദി എന്നും അവകാശപ്പെട്ടുകൊണ്ടൊന്നുമല്ല. എന്റെ ജീവിതം എനിക്ക് മനസ്സിലാവാത്ത ഞാൻ ചെയ്യില്ല, അത്രേ ഉള്ളൂ എന്റെ പ്രശ്നം. അപ്പോ ഒരു ഘട്ടം കഴിഞ്ഞപ്പോ എന്റെ മനസ്സ് പരിവപ്പെട്ട് കഴിഞ്ഞപ്പോ നമ്മൾ ചെയ്യില്ല. അങ്ങനെ കുറെ ആളുകളുണ്ടായിരുന്നു. ഇന്നിപ്പോ നോക്കിക്കോളൂ, അതിന് പറഞ്ഞ ന്യായം, വിവാഹത്തിന് കർമ്മം ചെയ്യുന്നതിന് ഞാൻ പല സുഹൃത്തുക്കളോടും എന്നോടൊപ്പം അവരുടെ കല്യാണം ഈ കഴിക്കുന്ന ആളുടെ അച്ഛന്റെ അമ്മയുടെ കല്യാണം നടന്നത് ഈ പറഞ്ഞ രക്തഹാരം ഇട്ടിട്ടും അല്ലെങ്കിൽ സ്പെഷ്യൽ മാരേജ് ആക്ട് അനുസരിച്ച്. പക്ഷെ മക്കളുടെ കല്യാണം ഇപ്പൊ അങ്ങനെ നടത്തില്ല. ഞാൻ ഒരാളോട് ചോദിച്ചു, എന്താ സുഹൃത്തെ നിങ്ങൾക്ക് ചെയ്തുവിടുക? അല്ലല്ല, ഇപ്പൊ അതല്ല പ്രശ്നം, വിഷ്വൽ വേണം. രജിസ്റ്റർ ഓഫീസിൽ പോയി ഒപ്പിട്ട വിഷ്വൽ ഇല്ലല്ലോ. ഇതുമ്പോ ഹോമവും മറ്റേ കർമ്മി വന്നിട്ടൊരു സ്വാഹ എന്ന് പറയലും ആകെ അങ്ങനെ ചെയ്യലും മലം വയ്ക്കലും പിന്നെ ഒരു കുറെ പാട്ടും വിഷ്വൽ. ഞാൻ പറഞ്ഞത് എങ്ങനെയാണ് ഒരു മാർക്കറ്റ് ഒരു ജനതയുടെ സകലമാന യുക്തിബോധത്തെയും തകർക്കുന്നത്. അത് തന്നെയാണ് രാഷ്ട്രീയത്തിലും. രാഷ്ട്രീയം അത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. നമ്മളങ്ങനെ ഞാനതുകൊണ്ടോ ഞാൻ രാഷ്ട്രീയ പാർട്ടി നേതാക്കളെയോ മത നേതാക്കളെയോ ഒന്നും കുറ്റം പറയില്ല. കാരണം അടിസ്ഥാനപരമായി അവര് ഇലക്ഷൻ മത്സരിക്കുന്നത് എന്തിനാ? ജയിക്കാനാണ്. എനിക്ക് ജയിക്കാൻ ഏത് വഴി ഉപയോഗിക്കാം. മത നേതാക്കളെ സംബന്ധിച്ചിടത്തോളം ജാതി നേതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ നിലനിൽപ്പ് പ്രശ്നമാണ്. അവർക്ക് ഏത് നൽകി അവർക്ക് ജയിക്കാം. ഇതിനിടയിൽ ജനാധിപത്യം നഷ്ടപ്പെട്ടു പോകുന്നു. നേരത്തെ പറഞ്ഞ പരമാധികാരം എന്ന വാക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് നമുക്കാണ് എന്നറിയാതിരുന്നാൽ പ്രതിസന്ധി ഉണ്ടാവും. അതാണ് ഞാൻ കാണുന്ന ഒരു കാര്യം. പറയാൻ പെട്ടെന്ന് ഇതിൽ വന്നപ്പോൾ കൂട്ടിയത്. ഞാൻ നേരത്തെ സംസാരിച്ചതിന്റെ തുടർച്ചയായി 2-3 കാര്യങ്ങൾ കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ആദ്യം പറഞ്ഞ അതേ പോയിന്റിൽ തന്നെ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ജാതിമത ശക്തികൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എങ്ങനെ ഇടപെടുന്നു, എങ്ങനെ സ്വാധീനിക്കുന്നു, അതാണ് ഞാൻ പറയുന്ന പ്രധാന പോയിന്റ്, ഫോക്കസ് ചെയ്യുന്നത്. അതിൽ അടുത്ത കാലത്ത് നടന്ന സംഭവങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. അപ്പൊ നിങ്ങൾക്ക് അത് പെട്ടെന്ന് ഇത് ചെയ്യാൻ കഴിയും. ഇപ്പം CR സാറും ആശാ മാഡം ഒക്കെ ഭരണഘടനയെ കുറിച്ചൊക്കെ പറഞ്ഞു. അവരത് കൂടുതൽ ആധികാരികമായി പറഞ്ഞാൽ എനിക്കത് അറിഞ്ഞും കൂടാ, അത് പ്രസക്തമല്ല. മറ്റൊരു സംഭവം അതിനെ തുടർച്ചയായി എനിക്ക് പറയാനുള്ളത്, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വാഹനത്തിൽ ഒരു വലിയ സാമുദായിക സംഘടനയുടെ നേതാവ് സഞ്ചരിച്ചു. നിങ്ങളെല്ലാം വായിച്ചു കാണും. നിങ്ങളാരും ഓർമ്മയിൽ നിന്ന് പോയിട്ടില്ല. അത് എനിക്ക് വായിച്ചപ്പോൾ എനിക്ക് തോന്നിയ ഒരു മനസ്സിൽ ഞാൻ തോന്നിയത്, ഏതെങ്കിലും സമുദായ നേതാവിന്റെ തന്റെ ഔദ്യോഗിക വാഹനത്തിൽ EMS CM ആയിരുന്നപ്പോൾ ഏതെങ്കിലും സമുദായ നേതാക്കളെ അവര് വലിയ ശക്തരായിരുന്നല്ലോ അന്നും കയറ്റിക്കൊണ്ട് പോയിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നി. പിന്നെ ഒരു സംഭവം എനിക്ക് ഓർമ്മ വന്നത്, ശ്രീ നായനാർ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ തിരുവനന്തപുരത്തേക്കുള്ള യാത്രയിൽ വന്നിരുന്നപ്പോൾ തിരുവനന്തപുരം ആർച്ച് ബിഷപ്പിനെ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന് സന്ദർശിച്ചു.
അന്നത് ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടു. അത് വേണമായിരുന്നോ വേണ്ടായിരുന്നോ? അത് വേണ്ടായിരുന്നു എന്നാണ് എൻ്റെ നിലപാട്. നിങ്ങളുടെ നിലപാട് അത് തന്നെയായിരിക്കും. കാരണം അതെല്ലാം പ്രീണനത്തിന്റെ ഭാഗമാണ്. ഇന്നിപ്പം മുഖ്യമന്ത്രി സഞ്ചരിച്ചതും പ്രീണനത്തിന്റെ അല്ലാതെ എന്താണ്? അപ്പൊ മറ്റൊരു സാമുദായിക നേതാവ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതാണ് നേരത്തെ സഭകളുടെ കാര്യം ഞാൻ പറഞ്ഞതിന്റെ തുടർച്ച നോക്കണം. അവർക്ക് എന്തെങ്കിലും കാര്യസാധ്യം കാണും. പക്ഷേ ഒരു ഇടതുപക്ഷ പ്രസ്ഥാനം അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഈ രീതിയിലുള്ള അപജയത്തിലേക്ക് നീങ്ങുമ്പോൾ നമ്മൾ അതിനോടൊപ്പം പോകുന്നവരും ആ ആശയഗതികളെ സഹയാത്രികരും തലകുനിച്ചു പോകും. നമുക്ക് തുടർന്ന് ഈ സംവാദങ്ങളിൽ വേദികളിലൊന്നും പറയാൻ കഴിയില്ല. ഇപ്പൊ AKGയുടെ EMSന്റെ കാലഘട്ടം നോക്കൂ. വ്യക്തികൾ പ്രസ്ഥാനങ്ങളായി മാറിയ കാലഘട്ടമായിരുന്നു അത്. നമ്മൾ ചിന്തിക്കണം, വ്യക്തികൾ പ്രസ്ഥാനങ്ങളായി മാറുന്നു. ഇപ്പൊ കമ്മ്യൂണിസത്തിന്റെ വളരെ സങ്കീർണമായ സമസ്യകൾ, അതിന്റെ തത്വങ്ങൾ പഠിച്ചിട്ടൊന്നുമല്ല കേരളത്തിൽ കമ്മ്യൂണിസം പടർന്നു പിടിച്ചെന്ന് നമ്മൾ വായിച്ചിട്ടുണ്ട്. AKG EMS പോലെയുള്ള മഹാരഥന്മാർ അവരുടെ ജീവിതം തന്നെ നമ്മുടെ മുന്നിൽ തുറന്ന പുസ്തകമാണ്. ഞാൻ അത് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്, അങ്ങനെ തുറന്ന പുസ്തകം, ജീവിതം തുറന്ന പുസ്തകമാക്കിയ മാറ്റുന്ന എത്ര നേതാക്കൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും? അങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ ആളുകൾ ഉണ്ടെങ്കിൽ അവരുടെ പിറകെ ഏത് തലമുറയിൽപ്പെട്ടവരും പോകും. അത് ജെൻസി ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ. അവിടെയാണ് നിലപാടുകളാണ് പ്രധാനം. അങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ ഇപ്പൊ അടുത്ത കാലത്ത് ഞാൻ ആർട്ടിക്കിൾ വായിച്ചു. തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിൽ AKG കിടന്ന മുറി ഇന്നും പൂട്ടിയിട്ടിരിക്കുകയാണ്. ഒരു പോലീസ് ഓഫീസർ ഇരുന്ന സംഭവമാണ് ഞാൻ വായിച്ചത്. ഇന്നും മറ്റു തടവുകാരോ ഈവൻ പോലീസുകാരോ പോകുമ്പോൾ ആ റൂമിന്റെ മുമ്പിൽ നിന്ന് നമ്മൾ വായിക്കേണ്ട സംഭവം, അറിയുന്ന സംഭവമാണ്. അവരറിയാതെ സല്യൂട്ട് ചെയ്തു പോകുന്നു, ഒരു നിമിഷം നമിച്ചു പോകുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, വ്യക്തികൾ പ്രസ്ഥാനങ്ങളായി മാറുന്ന സംഭവം. അതുപോലെ അവരുടെ ലാളിത്യമാർന്ന ജീവിതം, ലാളിത്യമാർന്ന ജീവിതത്തെ കുറിച്ച് പറയുമ്പോൾ മഹാനെ കമ്മ്യൂണിസ്റ്റ് ആയിരുന്ന സഖാവ് C. അച്യുതമേനോൻ, അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കാണ് നമ്മുടെ ഹാളിൽ സംസാരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മകൻ ഡോക്ടർ രാമൻകുട്ടി എഴുതിയ ഒരു സംഭവം ഞാൻ അടുത്ത കാലത്ത് വായിച്ചു. അദ്ദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഡോക്ടറായിരുന്നു ഡോക്ടർ രാമൻകുട്ടി. അദ്ദേഹം യാത്രയിൽ തൃശ്ശൂരേക്ക് വരുമ്പോൾ, സെക്കൻഡ് ക്ലാസ് യാത്ര ചെയ്യുമ്പോൾ അടുത്തിരുന്ന് സഹയാത്രിയെ പരിചയപ്പെട്ടു. നമ്മൾ സംസാരിക്കുമല്ലോ. അപ്പൊ സംസാരിച്ചപ്പോഴാണ് ഇദ്ദേഹം അങ്ങോട്ട് പറഞ്ഞു, ഞാൻ മുൻ മുഖ്യമന്ത്രി C. അച്യുതമേനോന്റെ മകനാണ്. ഞാൻ പെട്ടെന്ന് നിർത്താം. ആ സഹയാത്രക്കാരൻ അതിശയിച്ചു പോയി. ഒരു മുൻ മുഖ്യമന്ത്രിയുടെ മകൻ സെക്കൻഡ് ക്ലാസ്സിൽ യാത്ര ചെയ്യുകയോ? ഇത് നമ്മുടെ CR സാർ പറഞ്ഞതുമായി ഞാൻ കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇന്നത്തെ മധ്യവർഗ മലയാളിയുടെ ജീവിത രീതികളും നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അതാണ് നമ്മൾ ഈ സംഭവങ്ങളെ നമ്മൾ കണക്ട് ചെയ്താൽ മാത്രം മതി. മറ്റൊരു സംഭവം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നൊരു ചുരുക്കം ഇതാണ്, നമ്മൾക്ക് നല്ല മാതൃകകൾ ചൂണ്ടിക്കാണിക്കാനുണ്ടെങ്കിൽ നമ്മൾ ഏത് തലമുറയിൽപ്പെട്ട ആളായിക്കോട്ടെ, നമ്മൾ വൃദ്ധനായിക്കോട്ടെ, മധ്യവയസ്കനായിക്കോട്ടെ, നമ്മൾ ജെൻസി വിഭാഗത്തിൽപ്പെടുന്നവരായിക്കോട്ടെ, നമ്മൾ അതിന്റെ പിറകെ അറിയാതെ പോകും. അവിടെ നിലപാടുകളാണ് പ്രശ്നം, അല്ലെങ്കിൽ അവരുടെ ലാളിത്യമാണ് പ്രശ്നം. ഞാൻ സർവീസിൽ ഉണ്ടായിരുന്നപ്പോൾ എൻ്റെ ഒരു സർവീസ് കേസുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ വേണ്ടി ഒരു അഡ്വക്കേറ്റ്, പേര് പറയുന്നില്ല, ഞാൻ സമയം ചോദിച്ച് അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹം എന്താണ് വിഷയം എന്ന് പോലും സംസാരിക്കാതെ, അദ്ദേഹം അറിയപ്പെടുന്ന അഡ്വക്കേറ്റാണ്, എന്തായിരുന്നു വിഷയം എന്ന് അറിയാൻ വലിയൊരു തുകയാണ് എന്നോട് ആവശ്യപ്പെട്ടത്. വളരെ നിസ്സാരമായി എൻ്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട ഒരു കേസായിരുന്നു. എനിക്ക് പറയാൻ അവസരം തരാതെ അദ്ദേഹം നിരന്തരം പത്രങ്ങളിൽ എഴുതുന്ന ഒരു അഡ്വക്കേറ്റാണെന്ന് ഓർക്കണം. ഭരണഘടനാ ധാർമ്മികതയെ കുറിച്ചും മറ്റും. എന്ത് ധാർമ്മികത? അപ്പൊ നമ്മുടെ സ്വന്തം ജീവിതം, അതാണ് തുറന്ന പുസ്തകം എന്ന് ഞാൻ പറഞ്ഞത്. മറ്റൊരു സംഭവം ഞാൻ പറയാം. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഈ ജസ്റ്റിസ് ഗവായിക്ക് മുമ്പിരുന്ന ജസ്റ്റിസ് ചന്ദ്രചൂഡ്, അദ്ദേഹം ഒരു കേസിന്റെ, ഇതൊക്കെ പത്രത്തിൽ വരുന്ന കാര്യങ്ങളാണ്, കേസിന്റെ ആ സംഭവം നടക്കുന്നതിൽ ഇടപെട്ടുകൊണ്ട് ഒരു സീനിയർ അഡ്വക്കേറ്റിനോട് പറഞ്ഞു, ഇവിടെ ഒരു ഇതായിട്ട് പറയല്ല, ഒരു അഭിപ്രായം പോലെ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ സീനിയർ അഡ്വക്കേറ്റ്സ് ജൂനിയർ അഡ്വക്കേറ്റ്സിന് കുറച്ചുകൂടി കാശ് കൊടുക്കണം. അതിന്റെ അർത്ഥം എന്താണ്? അത്രേ അദ്ദേഹം പറഞ്ഞുള്ളൂ. അവിടെ വലിയ ചൂഷണം നടക്കുന്നു. അപ്പൊ അതാണ്. അപ്പൊ അങ്ങനെ ഈ ചൂഷണം നടക്കുന്ന ഒരു സമൂഹത്തിൽ, അത് ജീവനക്കാരായിക്കോട്ടെ, അഡ്വക്കേറ്റ്സ് ആയിക്കോട്ടെ, കൈക്കൂലി മേടിക്കുന്ന ഡോക്ടേഴ്സ്, അതാണ് ഞാൻ ആദ്യം പറഞ്ഞ മാതൃക എന്ന് പറഞ്ഞത്. കൈക്കൂലി മേടിക്കാത്ത, ഞാനിത് പറയാൻ കാരണം ഞാൻ വളരെ അഭിമാനത്തോടു കൂടി പറയുന്നു, 29 കൊല്ലം പല ജില്ലകളിലായി, 8-9 ജില്ലകളിലായി ഗവൺമെന്റ് സർവീസ് ചെയ്ത, അതും അശരണരായവരോടൊപ്പം തന്നെ അവരുടെ ഓൾഡ് ഏജ് ഹോം, അതുപോലെ അംഗവൈകല്യമുള്ള കുട്ടികൾ, അനാഥരായ കുട്ടികൾ, മാനസിക ഭ്രാന്തിയുള്ള അവരുടെ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്ത ഒരു എളിയ സർക്കാർ ജീവനക്കാരനാണ് ഞാൻ. ഒരുപാട് കറപ്ഷനെതിരായി എനിക്ക് ഒരുപാട് സംസാരിക്കേണ്ടി വന്നിട്ട് എനിക്ക് സർവീസിൽ ഭീഷണി വരെ നേരിട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ അടിയുറച്ചു നിന്നു. എനിക്ക് 29 വർഷവും
ഒരു പൈസ പോലും ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഞാൻ കൈക്കൂലി വാങ്ങാം. വളരെ തന്റെ അടുത്തുകൂടി അങ്ങനെ പറയാൻ, ചങ്കുറപ്പോടുകൂടി പറയാൻ പറ്റുന്ന എത്ര ഉദ്യോഗസ്ഥർ നമ്മുടെ സർവീസിലുണ്ട്. നമ്മൾ കഴിഞ്ഞില്ലേ, 2 ആഴ്ച മുമ്പിട്ട് അസിസ്റ്റന്റ് ലേബർ ഓഫീസർ അറസ്റ്റ് ചെയ്യപ്പെട്ടത് എന്നോടൊപ്പം കുറച്ചാൾ വർക്ക് ചെയ്ത ഒരാളാണ്. ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നു. അപ്പം നല്ല മാതൃകകളുണ്ടെങ്കിൽ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാകാം. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. CR സാറിനോടുണ്ട് നമ്മുടെ പശ്ചിമഘട്ട സംരക്ഷണവുമായി ബന്ധപ്പെട്ട് PT തോമസ് നിലപാടുകൾ. അതാണ് നിലപാടിന്റെ കാര്യം പറഞ്ഞത്. ഞാനൊരു ഇടതുപക്ഷ സഹയാത്രികനാണ്. പക്ഷേ PT തോമസ് എല്ലാ ഇടതുപക്ഷക്കാരെക്കാളും മുന്നേ ചിന്തിച്ചു, അതിനപ്പുറത്തേക്ക് ചിന്തിച്ചു. അവിടെ അദ്ദേഹം വോട്ട് ബാങ്ക് രാഷ്ട്രീയം നോക്കിയില്ല. അദ്ദേഹത്തിന് ശവഘോഷയാത്ര വരെ നടത്തി. അടുത്ത കാലത്ത് ഒരു കോൺഗ്രസ് നേതാവ് പറഞ്ഞു PT പറഞ്ഞത് ശരിയായിരുന്നു. എപ്പോഴാ? എന്ത് പറഞ്ഞിട്ട് കാര്യം? വെള്ളം മുഴുവൻ വാർന്നു പോയിട്ട് അണ കെട്ടിയിട്ട് എന്ത് കാര്യമെന്ന് ചോദിച്ചാലായി. അന്ന് പറഞ്ഞില്ല, അന്ന് ഒരു കോൺഗ്രസ്സുകാരനും പറഞ്ഞില്ല, ഒരു ഇടതുപക്ഷക്കാരനും അദ്ദേഹത്തെ പിന്തുണച്ചില്ല. അങ്ങനെ ഒരു ശക്തി ഉണ്ടായിരുന്നെങ്കിൽ ഇതുപോലുള്ള വനം കയ്യേറ്റം അന്ന് PT പറഞ്ഞു, ഇത് നമ്മൾക്ക് വേണ്ടി മാത്രമല്ല, വരുന്ന എത്രയോ തലമുറകൾക്ക് വേണ്ടിയിട്ടാണ് സംരക്ഷിക്കേണ്ടത്, അതിന്റെ പ്രാധാന്യം. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം നമ്മളെ വിട്ടുപോയി. അങ്ങനെയുള്ള മാതൃകകൾ എല്ലാ മേഖലകളിലും ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്ക്, അങ്ങനെ ഉണ്ടായാൽ ഈ സാമുദായിക ശക്തികളെ അടിച്ചൊതുക്കാൻ നമുക്ക് വേറൊന്നും വേണ്ട. ഇങ്ങനെയുള്ള മോഡലുകൾ നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ഉണ്ടായാൽ നമുക്ക് ഈ സമൂഹത്തിൽ മാറ്റം കൊണ്ടുവരാൻ കഴിയും എന്ന് മാത്രം വിശ്വസിച്ചുകൊണ്ട്, അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അഭിവാദനം. കേരളം, ഞാൻ ആ പോയിന്റുകൾ മാത്രം വേഗത്തിൽ പറയാം. കേരളം അതിവേഗത്തിൽ ഒരു മധ്യവർഗ സമൂഹമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. മധ്യവർഗ സമൂഹമായി മാറുന്ന ഈ സമൂഹം അരാഷ്ട്രീയമാണ്, നീതിയോട് ഒരു തരത്തിലും നീതി പുലർത്തുന്നതല്ല. അത് മാത്രമല്ല, ഒരു തരത്തിലുള്ള ആശയ വ്യക്തതയോ യുക്തിബോധമോ ഇല്ലാത്ത ഒരു സമൂഹമായി കേരളം മാറിക്കൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ ഈ മധ്യവർഗത്തെ ഈ ഒരു രാഷ്ട്രീയ ബോധത്തിലേക്കും നീതിബോധത്തിലും അവകാശബോധത്തിലും യുക്തിചിന്തയിലേക്കും കൊണ്ടുപോകേണ്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് അതിന് കഴിയാതെ പോകുന്ന വല്ലാത്തൊരു അന്തരീക്ഷത്തിൽ കൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതൊരു വലിയ പ്രശ്നമാണ്. അത് ശരിക്കും ആ ഒരു തിരുത്തൽ നടത്തേണ്ടത് ഒരു പൊതുസമൂഹമാണ്. ആ പൊതുസമൂഹത്തിൽ പ്രത്യേകിച്ച് യുക്തിവാദി സംഘടനകൾക്ക് ഇനി വലിയൊരു പങ്ക് വഹിക്കാറുണ്ട്. ആരെയും മുഖത്ത് നോക്കാതെ വർത്താനം പറയാൻ, മുഖത്ത് നോക്കിയും നോക്കാതെയും, ഞാൻ പറയുന്നത് കൃത്യമായ വിമർശനാബോധത്തോടു കൂടി സംവാദാത്മകതയോടു കൂടിയിട്ട് ഇടപെടാൻ ശേഷിയുള്ളവരായി കേരളത്തിലെ യുക്തിവാദ പ്രസ്ഥാനങ്ങൾക്ക് ഇനി മാറേണ്ടതുണ്ട്. വലിയൊരു പങ്ക് യുക്തിവാദി സംഘടനകൾക്കാണുള്ളത്. ഏത് സംഘടനകളെക്കാളും അതിനെ ഒരു ജനാധിപത്യ സ്വഭാവത്തിൽ ഇതിനെ മുന്നോട്ട് ചർച്ചകൾ കൊണ്ടുപോകാനുള്ള എനിക്കൊക്കെ ഒരു ആത്മവിശ്വാസം ഉള്ളത് യുക്തിവാദ പ്രസ്ഥാനങ്ങളിലാണ്. ആ തരത്തിൽ അതിനെ കാണുന്നു. മറ്റൊന്ന്, പൊതുമണ്ഡലത്തിൽ മതങ്ങൾക്ക് സ്വാധീനം ഉണ്ടാക്കുന്ന രൂപത്തിലാണ് ഭരണകൂടം പെരുമാറിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് വളരെ കൃത്യമായിട്ട് പറയാൻ കഴിയും. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അങ്ങനെ പറയാൻ കഴിയും. മറ്റൊന്ന്, മാക്സിം ഗോർക്കി പറഞ്ഞ പോലെ മൂലധന ശക്തികൾക്കുള്ള അവർക്ക് എന്തൊക്കെ സമൂഹത്തിൽ നേടാൻ സാധിക്കുമോ അതിനുള്ള എല്ലാ സ്വാധീനവും ഉണ്ടാക്കുന്ന തലത്തിലാണ് കേരളത്തിൽ മതസമൂഹങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മധ്യവർഗ സമൂഹങ്ങളോട് അവരുടെ താല്പര്യങ്ങളാണെങ്കിൽ ഇതിന് എല്ലാ തരത്തിലുമുള്ള ഒരു സാമൂഹ്യ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിൽ പൗരോഹിത്യവും കേരളത്തിലെ യഥാർത്ഥത്തിൽ ബ്യൂറോക്രാറ്റുകൾക്ക് വലിയ പങ്കുണ്ട്. ഞാനിപ്പോ ഈ അടുത്ത കാലത്തിട്ട ഒരു പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ബ്യൂറോക്രസി ആണ് കേരളത്തിലെ ചങ്ങാത്ത മുതലാളിത്ത പദ്ധതിയുടെ കൂട്ടിക്കൊടുപ്പുകാരെന്ന് പറയുന്നത് പൗരോഹിത്യമാണ്. കേരളീയ സമൂഹത്തെ ജീർണതയിൽ നയിക്കുന്നതിൽ ബ്യൂറോക്രാറ്റുകൾക്ക് ഇന്ന് വലിയ സ്വാധീനം ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതിൽ വളരെ സൂക്ഷ്മമായ ചില വിലയിരുത്തലുകൾ നടത്തിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു കാലത്ത് AP സുന്നിയാണ് നമ്മള് കേരളത്തിലെ പുരോഗമന എന്ന് ഇത് കൊട്ടേഷൻ ഇട്ടിട്ട് പറയാൻ പറ്റുന്ന പ്രസ്ഥാനങ്ങൾ AP സുന്നി എന്ന് പറയുന്ന അരിവാൾ സുന്നി എന്നൊക്കെ വിളിച്ചൊരു കാലം ഉണ്ടായിരുന്നു. AP സുന്നിയെ പ്രീണിപ്പിക്കുന്നു, അതേ സമയത്തിന് EK സുന്നിയെ പ്രീണിപ്പിക്കുന്നു, അതേ സമയത്തിന് മുജാഹിദുകളെ പ്രീണിപ്പിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമിക്കെതിരായിട്ടെന്ന് ശക്തമായ നിലപാടെടുക്കുന്നത് പണ്ട് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ശക്തമായ വർത്തമാനം പറഞ്ഞതിന്റെ പേരിലാണ് ഇന്നും കേരളത്തിലെ ശ്രദ്ധേയനായ, ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ചില നിരീക്ഷണങ്ങൾ ഞാൻ നമ്മുടെ കലാപമാഷ ഒരു പുസ്തകത്തിലെ ഒരു ഇതുണ്ട്, ഞാൻ അതിന്റെ വിശദാംശങ്ങൾ പറയുന്നില്ല, അമിത് ചന്ദ്രമുഖൽ എഴുതിയിട്ടുള്ള ഒരു ലേഖനം നിങ്ങൾ വായിക്കേണ്ടതാണ്. അതിലെ അദ്ദേഹത്തിന്റെ ഒരു രാഷ്ട്രീയ ബോധം എന്ന് പറയുന്നത് വളരെ വ്യക്തമാണ്, കൃത്യമാണ്.
അദ്ദേഹത്തെ പോലും ഒന്ന് മാറ്റി നിർത്തുന്നത് ഒരുപക്ഷെ ഒരു കാലത്ത് ജമാഅത്ത് ഇസ്ലാമിക്കെതിരായിട്ടും ഈ മുസ്ലിം മത യാഥാസ്ഥിക സംഘടനകൾക്കെതിരെയും വർത്താനം പറഞ്ഞതിന്റെ പേരിലാണ്. ഇന്ന് അദ്ദേഹത്തിന് കണ്ണി ചേർക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. പുരോഗമന പ്രസ്ഥാനങ്ങൾക്ക് അദ്ദേഹത്തെ കണ്ണി ചേർത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. പുതിയ തലമുറയുടെ ഒരു കാര്യം പറഞ്ഞു. പുതിയ തലമുറയുടെ വളരെ ഗൗരവത്തിൽ കാണേണ്ട ഒരു പ്രശ്നം, 8ാം ക്ലാസ് വരെ കേരളത്തിലെ ഒരു കൃത്യമായ പാഠ്യപദ്ധതി പരിഷ്കരണം UP തലം വരെ നടന്നു. ഹൈസ്കൂൾ തലത്തിൽ നിന്ന് അങ്ങോട്ട് 12ാം ക്ലാസ് വരെയുള്ള ഒരു പാഠ്യപദ്ധതി പരിഷ്കരണം, എന്താണോ കേരളീയ സമൂഹത്തിൽ ഉണ്ടാകേണ്ട ഒരു വിദ്യാഭ്യാസം, ഒരു സമൂഹത്തെ പരിഷ്കരിക്കുന്നതിന്, സമൂഹത്തെ സംസ്കരിച്ചെടുക്കുന്നതിന് വേണ്ട ഒരു യുക്തിയിൽ അധിഷ്ഠിതമായ, ശാസ്ത്രബോധത്തിൽ അധിഷ്ഠിതമായ ഒരു വിദ്യാഭ്യാസം എന്താണോ കേരളത്തിൽ ഉണ്ടാകേണ്ടത്, അത് സാധ്യമല്ലാത്ത രൂപത്തിലാണ് ഇന്നത്തെ പാഠ്യപദ്ധതി നിലനിൽക്കുന്നതെന്ന് കാണാൻ പറ്റും. ഒരു ചെറിയ ഒരു ഉദാഹരണം പറയാം. എന്റെ കുട്ടി 12ാം ക്ലാസ് പഠിക്കുന്നതാണ്. 9ാം ക്ലാസ്സിന് ശേഷം ഇന്ന് പലതരത്തിലുള്ള ട്യൂഷൻ സെന്ററുകൾ വ്യാപകമായി കേരളത്തിൽ. ഗൈഡുകൾക്ക് വലിയ സ്വാധീനം വന്നു. 8ാം ക്ലാസ്സിന് ശേഷമുള്ള ഒരു കുട്ടിയും പത്രവായന കേരളത്തിൽ നടത്തുന്നില്ല. ഒരു സാമൂഹിക ബോധവും 10ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ എടുത്തു കഴിഞ്ഞാൽ ഇന്ന് കേരളീയ സമൂഹത്തിൽ അനുഭവിക്കുന്ന ഒരു കാര്യം, ഈ കുട്ടികളിൽ ഒരു സാമൂഹ്യ ബോധവും ഒരു നീതി ബോധവും ഒരു രാഷ്ട്രീയ ബോധവും ഉണ്ടാകുന്നില്ല. തിരിച്ച് അവരുടെ പക്ഷത്ത് നിന്ന് കേരളീയ സമൂഹത്തിൽ നിന്ന്, കേരളീയ സമൂഹത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ അല്ലെങ്കിൽ സാമൂഹ്യ പ്രസ്ഥാനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ജെൻഡർ ബോധം എന്ന് പറയുന്നത് ഏറ്റവും പ്രാകൃതമാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാട് അവരുടെ പക്ഷത്തു നിന്ന്. അവർക്കും പലതും പറയാനുണ്ട്. ആ പറയുന്നത് കേൾക്കാനുള്ള ജനാധിപത്യ ബോധം നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും പുരോഗമന പ്രസ്ഥാനങ്ങൾക്കും ഇല്ലാതെ പോകുന്നത് വളരെ ഗൗരവത്തിൽ കാണണം. മാത്രമല്ല, ഇവർ ഒരുപക്ഷെ കേരളത്തിലെ ഇന്നത്തെ സാമൂഹ്യ രാഷ്ട്രീയ മണ്ഡലത്തിലുള്ള പ്രവർത്തനങ്ങളെ അവരുടെ ഒരു ആത്മവിശ്വാസത്തോട് എല്ലാം കാണുന്നത് എന്നുള്ളത് വളരെ ഗൗരവത്തിൽ കാണാം. അതുകൊണ്ട് തന്നെ അവര് ഒരു തരത്തിൽ നമുക്ക് അവർ അരാഷ്ട്രീയവാദികൾ എന്ന് വിളിക്കുമ്പോൾ അങ്ങനെ അരാഷ്ട്രീയവാദികൾ എന്ന് കേവലാർത്ഥത്തിൽ വിളിച്ചു പോകാൻ സാധ്യമല്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. പിന്നെ നമ്മളെ ഭരണഘടനാ മൂല്യങ്ങൾ എന്ന് നമ്മൾ പറയുന്ന ഓരോ കാര്യത്തെയും കുറിച്ച്, നീതി എന്ന് പറയുന്ന 2 അക്ഷരത്തിന്റെ മനോഹരമായ ഒരു വാക്കിന് എന്തൊക്കെ കൂടിച്ചേർന്നാലാണ് നീതി ഉണ്ടാവുക? ഇതിനെ വിശദീകരിക്കാൻ, ഇതിന്റെ സൂചകങ്ങളെ വിപുലീകരിക്കാൻ നമുക്ക് സാധിക്കുമോ? അങ്ങനെ സാധിക്കുമ്പോൾ നീതിയിൽ തുല്യതയും അവകാശവും ജനാധിപത്യവും എല്ലാം ചേർന്നാൽ മാത്രമാണ് നീതിബോധം ഉണ്ടാകുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. ജെൻഡർ ബോധത്തെ കുറിച്ച് ഇപ്പൊ തൊട്ടടുത്തുള്ള ഒരു ലൈബ്രറി ഹാളുണ്ട്. കേരളത്തിലെ ലൈബ്രറി കൗൺസിലിനെ കുറിച്ചിട്ട് വളരെ മോശമായ ഒരു ചർച്ച നടത്തേണ്ട ഒരു കാലഘട്ടമാണ്. കാരണം 11% പോലും സ്ത്രീ സംവരണം കൊടുക്കാത്ത കേരളത്തിലെ ഒരു ജനാധിപത്യ വേദി എന്ന് അവകാശപ്പെടുന്ന ഒന്നാണ് കേരളത്തിലെ ലൈബ്രറി കൗൺസിൽ എന്ന് പറയുന്നത്. നിങ്ങൾ നോക്കൂ, 11 പേരിൽ ഒരു സ്ത്രീക്കാണുള്ളത്. താലൂക്ക് കൗൺസിലുകളിൽ പൂർണ്ണമായും പുരുഷ മേധാവിത്വമാണ്. ഇത്തരത്തിലുള്ള വളരെ വികലമായ ഒരു പുരോഗമനപരമായ ചിന്തയും ഇല്ലാത്ത ഒരു തുല്യതയോട് ഒരു നീതിയും പുലർത്താത്ത, അതായത് ജെൻഡർ ലിംഗനീതിയോട് ഒരു നീതിയും പുലർത്താത്ത ഒരു പുരോഗമനപരമായ സാമൂഹ്യ സാഹചര്യത്തിൽ കൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെന്ന് പറയാൻ. ഒരു 3-4 കാര്യങ്ങൾ പറഞ്ഞ് പെട്ടെന്ന് നിർത്താം. ഒന്ന്, ന്യൂനപക്ഷങ്ങൾക്ക്, കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ വലിയ തോതിൽ പരിഷ്കരണം, പ്രത്യേകിച്ച് മുസ്ലിം സംഘടനകൾ വലിയ തോതിലുള്ള പരിഷ്കരണത്തിന് വിധേയമാകേണ്ടതാണ്. അവരെ പരിഷ്കരണത്തിന് വിധേയമാക്കാൻ ബാധ്യതപ്പെട്ട ആളുകൾ അവരെ കൂടുതൽ യാഥാസ്ഥികവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹ്യ നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന പക്ഷത്ത് നിൽക്കുന്ന ആളുകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അവരെ എത്രമാത്രം യാഥാസ്ഥികവൽക്കരിക്കാൻ പറ്റുമോ സമൂഹത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് പരിഷ്കരണങ്ങൾക്കും ഒക്കെ വലിയ തോതിൽ സ്വാധീനം ഉണ്ടാക്കേണ്ട ഒരു വിദ്യാഭ്യാസ കരിക്കുലം ഉണ്ടാക്കുന്നതിനൊന്നും തന്നെ നമുക്ക് ഒരു തരത്തിലുള്ള ഇടപെടലും സാധ്യമല്ലാത്ത രീതിയിൽ വലിയ സങ്കടകരമായ രീതിയിലേക്ക് ആണ് കേരളീയ സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഒന്നുള്ളത്, കേരളത്തിലെ സ്ത്രീ പ്രവേശനം, ശബരിമലയിലെ സ്ത്രീ പ്രവേശനം ഭരണഘടനയിലെ തുല്യതക്കും നീതിക്കും വേണ്ടിയിട്ടുള്ളതാണ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് പുരോഗമന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ശബരിമലകളിൽ സ്ത്രീകൾ കയറേണ്ടതാണ് എന്ന് ഉറപ്പിച്ചു പറയാനുള്ള നാവില്ലാതായിരിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം. ഏതെങ്കിലും ഒരു വേദി ആരെങ്കിലും ഒരു ചോദ്യം ചോദിച്ചാൽ, ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് തിരിച്ച് നിങ്ങളുടെ പക്ഷത്ത് നിന്ന് ഒരു പുരോഗമന രാഷ്ട്രീയ പക്ഷത്ത് നിൽക്കുന്ന ഒരാളോട് ചോദ്യം ചോദിച്ചാൽ അത് വിഴുങ്ങുക, ഒളിച്ചു കളിക്കുക,
മാത്രമായിരിക്കും നിങ്ങൾക്ക് അനുഭവപ്പെടുക എന്നുള്ളതാണ് ഒരു കാര്യം. അതുകൊണ്ട് തുല്യതയെയും നീതിയെയും അതിന്റെ യഥാർത്ഥത്തിലുള്ള അതിന്റെ വിശദാംശങ്ങളിലേക്ക്, വിശദീകരണങ്ങൾക്ക്, അതിന്റെ സൂചകങ്ങളിലേക്ക് വിശദീകരിക്കാൻ സാധ്യമല്ലാത്ത രൂപത്തിൽ കേരളീയ സമൂഹം മാറിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കേരളത്തിലെ രാഷ്ട്രീയം എന്ന് പറയുന്നത് തുല്യതയും നീതിയുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് അതിവേഗം പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് തിരിച്ചുപിടിക്കേണ്ടതാണ്. അത് തിരിച്ചുപിടിക്കാൻ കേരളത്തിലെ വലിയ തോതിലുള്ള വിമർശനങ്ങളും സാമൂഹ്യ മണ്ഡലത്തിൽ വലിയ വിമർശനങ്ങൾ ഉന്നയിക്കുകയും സംവാദങ്ങൾ നടത്തുകയും ചെയ്താൽ മാത്രമേ അത് തിരിച്ചുപിടിക്കാൻ സാധിക്കുകയുള്ളൂ. ഒരുപക്ഷെ കേരളത്തിലെ പുരോഗമന പ്രസ്ഥാനങ്ങൾ, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ എല്ലാം നിലനിന്നത് കേരളത്തിൽ നടന്നിട്ടുള്ള വലിയ തോതിലുള്ള വിമർശനാബോധത്തിന്റെയും വലിയ തോതിലുള്ള സംവാദാത്മകതയുടെയും ഒരു തലത്തിൽ നിന്നാണ്. അതിന് നിരന്തരമായ പുതിയ ചിന്തകളും മറ്റും സമൂഹത്തെ നവീകരിക്കുന്നതിലുള്ള വലിയ ഒരു സാധ്യത ഉണ്ടാക്കി തീർത്തത്. അതിൽ നിന്നാണ് അതിനെ തിരിച്ചുപോക്കിലേക്ക്, അതിനെ ഇല്ലായ്മ ചെയ്യുന്നതിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ സ്വതന്ത്ര ചിന്തക്കും യുക്തിബോധത്തിനും ഇന്ന് കടുത്ത രീതിയിലുള്ള എതിർപ്പ് കേരളീയ മണ്ഡലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അത് അതിശക്തമായി പ്രതിരോധിക്കേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വെള്ളാപ്പള്ളി നടേശന് വലിയ സ്വാധീനം കിട്ടുന്ന കാറിൽ അദ്ദേഹത്തിന് ഇരിപ്പിടം കൊടുക്കുന്ന ഇന്നത്തെ സാമൂഹ്യ സാഹചര്യത്തിൽ ശ്രീനാരായണ ഗുരുവിന്റെ സുപ്രധാനമായ ഒരു വിളംബരം വായിച്ചുകൊണ്ട് ഞാൻ നിർത്താം. നാം ജാതി മതഭേദം വിട്ടിട്ട് ഇപ്പോൾ ഏതാനും സംവത്സരങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ടും ചില പ്രത്യേക വർഗക്കാർ നമ്മെ അവരുടെ വർഗത്തിൽപ്പെട്ടതായി വിചാരിച്ചും പ്രവർത്തിച്ചും വരുന്നതായും അത് ഹേതുവാൽ പലർക്കും നമ്മുടെ വാസ്തവത്തിന് വിരുദ്ധമായ ധാരണക്കിട ഇടവന്നിട്ടുള്ളതായും അറിയുന്നു. നാം പ്രത്യേക ജാതിയിലോ മതത്തിലോ ഉൾപ്പെടുന്നില്ല. വിശേഷിച്ചും നമ്മുടെ ശിഷ്യവർഗത്തിൽ നിന്നും മേൽപ്രകാരമുള്ളവരെ മാത്രമേ നമ്മുടെ പിൻഗാമിയായി വരത്തക്ക വിധം ആലുവ അദ്വൈത ആശ്രമത്തിൽ ശിഷ്യ സംഘത്തിൽ ചേർത്തിട്ടുള്ളൂ എന്നും മേലും ചേർക്കുകയുള്ളൂ എന്നും വ്യവസ്ഥപ്പെടുത്തിയിരിക്കുന്നതാകുന്നു. ഈ വസ്തുത പൊതുജനങ്ങളുടെ അറിവിലേക്കായി പ്രസിദ്ധ ചെയ്തിരിക്കുന്നു എന്ന് പറയുന്ന ഈ ഒരു വിളംബരം ഒരുപക്ഷെ ഒരു നോട്ടീസ് അടിച്ച് കേരളത്തിലെ ലക്ഷക്കണക്കിന് നോട്ടീസ് അടിച്ച് വിതരണം ചെയ്യേണ്ട ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. ഇതിനെ കടുത്ത രൂപത്തിൽ നമ്മൾ ഒട്ടും നിരാശപ്പെടേണ്ട. നമ്മൾ യുക്തിബോധവും സ്വതന്ത്ര ചിന്തയുമുള്ള ഒരു 100 പേരെങ്കിലും കേരളത്തിൽ ഉണ്ടെങ്കിൽ അത് 10,000 കണക്കിന് വാക്കുകളായി കേരളീയ മണ്ഡലത്തിൽ പ്രതിഫലിക്കും. അതിന് മൂർച്ചയുണ്ട് എന്ന് ചിന്തിച്ചുകൊണ്ട്, ആഗ്രഹിച്ചുകൊണ്ട്, അതിന് ആത്മവിശ്വാസം കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കുക, മുന്നോട്ട് പോവുക എന്ന് മാത്രമേ ഉള്ളതാണ്. അവസാനമായി ഒറ്റ കാര്യം കൂടി പറയാം. എൻ്റെ മകളുടെ ഒരു വിശ്രമം നടന്നു. ജോർജ് ചേട്ടനെ ഞാൻ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നടന്നപ്പോ എനിക്ക് രസകരമായ അനുഭവം ഉണ്ടായതെന്ന് പറഞ്ഞാൽ 21 പേരാണ് എന്നോട് മകളുടെ പയ്യന്റെ അച്ഛന്റെയും അമ്മന്റെയും ജാതി ചോദിച്ചത്. അത് രസകരമായ ചോദ്യം. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. കാരണം ചോദിക്കുന്നത് മുഴുവനും നമ്മൾ ചോദിക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് ചോദിക്കുന്നത്. അവര് അവസാനം പല ചോദ്യങ്ങൾ ചോദിച്ച് എങ്ങനെങ്കിലും ജാതി മനസ്സിലാക്കാൻ ചോദിച്ചത് എന്താ പറഞ്ഞാൽ അവര് നായന്മാരാണോ എന്നാണ് ചോദിച്ചത്. അത് നായന്മാരല്ലെങ്കിൽ എന്താണാവോ അവർക്ക് മനസ്സിലാകാൻ. അങ്ങനെയൊക്കെ കേരളീയ സമൂഹത്തിലെ ഒരു ആശയ തലം, ഒരു ബോധം, യുക്തിചിന്ത നശിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരുപക്ഷെ ഒരു മുസ്ലിം വിഭാഗത്തിൽ നിന്ന് ജനിച്ചു വളർന്ന ഒരു വ്യക്തി എന്ന നിലക്ക് അതിൽ നിന്നൊരു മിശ്രവിഭാഗം കുട്ടിയെ അവിടെ പോയി ആലോചിച്ച് കല്യാണം കഴിച്ച് കൊടുക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന വലിയ എതിർപ്പുകൾ ഉണ്ടല്ലോ. എതിർപ്പുകൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കേണ്ട ഒരു വലിയ വിഭാഗമുണ്ട്. നമുക്കെപ്പോഴും അങ്ങനെ ആഗ്രഹിക്കാറുണ്ട്. അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ അസ്ഥാനത്താണ് എന്നുള്ളതാണ് എൻ്റെ അനുഭവം എന്ന് പറയുന്നു. അതുകൊണ്ട് ഞാൻ ഒട്ടും നിരാശപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇടമുണ്ട് കേരളത്തിൽ, നമുക്കാണ് ഇടമുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.